ഗുഡ് മോർണിംഗ് എവറി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഫൈനൽ ടെസ്റ്റിൻ്റെ ഡിസ്കഷനാണ്. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളൊരു ഫൈനൽ ടെസ്റ്റ് നിങ്ങൾക്ക് തന്നിരുന്നത്. അത് നിങ്ങൾക്ക് എന്താണ് സ്റ്റഡി പ്ലാൻ, എങ്ങനെയാണ് നമ്മളുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് തുടങ്ങിയ എക്സാമുകൾക്കുള്ള പ്രിലിമിനറി എക്സാമിന് മുമ്പായിട്ട് നമ്മൾ നടത്താൻ പോകുന്ന ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനായിട്ടാണ് നമ്മളൊരു മിനി സ്റ്റഡി പ്ലാൻ നമ്മളിപ്പോൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മിനി സ്റ്റഡി പ്ലാനിൽ നമ്മൾ കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്ക് മാത്രമാണ് നിങ്ങൾക്ക് പഠിക്കാനായി തന്നത്. ആ പഠിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സെക്ഷണൽ ടെസ്റ്റ് നിങ്ങൾക്ക് തന്നു, ഫൈനൽ ടെസ്റ്റ് നമ്മൾ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ ദാറ്റ് നമ്മുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്ക് സ്റ്റഡി പ്ലാൻ എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് നമ്മൾ തരാറുണ്ട്. കോഴ്സ് എടുത്ത കുട്ടികൾക്ക് ഈ ഒരു ഡിസ്കഷൻ വീഡിയോ, നമ്മൾ ഈ ഫസ്റ്റ് ഡിസ്കഷൻ വീഡിയോ നമ്മൾ എല്ലാവർക്കും ഓപ്പൺ ആയി തരുന്നുണ്ട്, ടെസ്റ്റും എല്ലാവർക്കും ഓപ്പൺ ആയി തരുന്നുണ്ട്. ഡിസ്കഷൻ വീഡിയോ നമ്മൾ തരുമെങ്കിലും ടെസ്റ്റുകൾ നമ്മളുടെ കോഴ്സ് എടുത്ത കുട്ടികൾക്കായിരിക്കും മെയിൻ സ്റ്റഡി പ്ലാൻ തുടങ്ങുമ്പോൾ കിട്ടാറുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തൊക്കെയാണ് നമ്മളുടെ ഈ സ്റ്റഡി പ്ലാൻ്റെ അവസാനത്തെ ടെസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറയാം നിങ്ങൾക്ക്. സോ ദാറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്താണ് നിങ്ങൾക്ക് ഇനി നിങ്ങളൊരു 1 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യം വേണം. നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പരിഗണിക്കുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാകും. അതിനുശേഷം വെറുതെ ഒരു കീ പറഞ്ഞു പോവലല്ല നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ നിങ്ങൾക്ക് എക്സാം എഴുതിയ ആളുകൾക്ക് തന്നിട്ടുണ്ട്. ഒരു PDF നമ്മൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ സൊല്യൂഷനിൽ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മേഖലയിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ പോയിന്റുകൾ കൂടി നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നുകൊണ്ട്, അത് നമ്മൾ ഇതിനു മുമ്പുള്ള PSC പരീക്ഷകളുടെ ഒരു ട്രെൻഡ് നോക്കിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കാനായിട്ട് നോക്കുക. നമ്മളുടെ മെയിൻ സ്റ്റഡി പ്ലാൻ, ഇപ്പോൾ നമ്മളൊരു മിനി സ്റ്റഡി പ്ലാനാണ് നമ്മൾ തന്നത്. നമ്മളുടെ പ്രോപ്പർ ആയിട്ടുള്ള നമ്മളുടെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉടനെ തന്നെ അടുത്ത ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മോസ്റ്റ്ലി ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് സ്റ്റഡി പ്ലാനിൻ്റെ ഡേറ്റുകൾ, അതിൻ്റെ സ്ട്രക്ചർ, ഏത് രീതിയിൽ നമ്മൾ തുടങ്ങും, എപ്പോൾ അവസാനിപ്പിക്കും എന്നുള്ളത് നമ്മളുടെ മെയിൻ സ്റ്റഡി പ്ലാൻ നമ്മൾ അടുത്ത ഡിഗ്രി പ്രിലിംസിനെ ലക്ഷ്യമാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എഴുതിയ ഈ ഒരു ഫൈനൽ ടെസ്റ്റ്, കേരള ഹിസ്റ്ററിയുടെ ഫൈനൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കഷൻ നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ അല്ലേ? വരൂ. ആദ്യത്തെ ചോദ്യം, വിച്ച് ഈസ് the oldest Sanskrit text that mentions Kerala. ഞാൻ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പറയാറുണ്ട്, യു ഷുഡ് ഐഡന്റിഫൈ ദ കീ വേർഡ്. ഓരോ ക്വസ്റ്റ്യനിലും ഒരു കീ വേർഡ് ഉണ്ടാകും. ആ കീ വേർഡ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താ, ഓൾഡസ്റ്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴയ സംസ്കൃത ഗ്രന്ഥം ഏത് എന്നതാണ് ചോദിക്കുന്നത്. ഇനി നമ്മുടെ ഡിസ്കഷനിൽ ഞാൻ നിങ്ങളെ നേരെ സൊല്യൂഷൻസിലേക്ക് പിടിച്ചു കൊണ്ടുപോകാനാണ് പോകുന്നത്. ഈ സൊല്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്ലനേഷൻ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ അവസാനം നിങ്ങൾക്ക് ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ PDF തരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകാൻ, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് ഒന്നുകൂടി പുഷ് ചെയ്യാൻ ഒരു അവസരം കൂടി തരികയാണ്. ആ എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ തന്നെ ശ്രമിക്കൂ, നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന്. കിട്ടിയിട്ടില്ലാത്ത ആളുകളെ കുറിച്ച് പറയുകയാണ്. ഓപ്ഷൻസ് കണ്ടല്ലോ, മഹാഭാഷ്യ, മുഷകവംശം, ഐതരേയാരണ്യകം, വാർത്തികം അല്ലെ, എല്ലാം പരിചിതമായിട്ടുള്ള കൃതികളാണ്. നോക്കൂ എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കിടക്കുന്നത്. വാർത്തികം ഈസ് ദ ഓൾഡസ്റ്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് whose time period is identified that mentions Kerala. കേരളത്തിനെ കുറിച്ച് പരാമർശമുള്ള കാലഗണന നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, കാലഘട്ടം അല്ലെങ്കിൽ കാലഗണന നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, നമുക്ക് ഏത് പീരീഡിൽ ഇത് പുറത്തു വന്നു എന്ന് അറിയുന്ന ഏറ്റവും പഴയ സാൻസ്ക്രിറ്റ് ടെക്സ്റ്റാണ് വാർത്തികം. ഏതാണ്? വാർത്തികം. ഇനി നോക്കൂ, ദ ഏർലിയസ്റ്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ടു മെൻഷൻ കേരള, കേരളത്തിനെ കുറിച്ച് പരാമർശമുള്ള ഏറ്റവും പഴയ സംസ്കൃത ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ്? അത് ലേറ്റ് വേദിക് ഐതരേയ ആരണ്യകമാണ്. ഏതാണ്? ഐതരേയ ആരണ്യകമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സമയം, കാലഘട്ടം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, നമുക്ക് അറിയുന്ന ഓൾഡസ്റ്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണോ അതോ സിംപ്ലി ലഭിച്ചിട്ടുള്ളതിലോ എന്താ പറയുക, ഏർലിയസ്റ്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് ആണോ എന്നതാണ് ഇതിനത് ചോദ്യം വരുന്നത്. അതായത് ഇതിന് ശേഷമാണ് എന്ത് വന്നിട്ടുള്ളത്, വാർത്തികം വന്നിട്ടുള്ളത് എന്നൊരു ഐഡിയ നമുക്കുണ്ട്. പക്ഷെ കാലഗണന എന്താണ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഐതരേയ ആരണ്യകത്തിൽ എന്ത് പറയുന്നു, ചേരന്മാരുടെ
നമ്മൾ കേട്ടിട്ടില്ലേ മഹാജനപദാസ്, ജനപദാസ് എന്നൊക്കെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ല. അതുപോലെ ചേരപഥ, മനസ്സിലാവുന്നോ? ചേരപഥ. അപ്പൊ ഐതരേയ ആരണ്യകമാണ് ഏർലിയസ്റ്റ് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റ് വരുന്നത്. കാലഗണന നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴയത് ചോദിച്ചാൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? വാർത്തികത്തിലേക്ക് പോവുക. ഇനി അതിനെ കൂടാതെ അതർ ആൻഷ്യൻ സാൻസ്ക്രിറ്റ് വർക്ക്സ്, നമ്മളുടെ ഇതിഹാസങ്ങളായിട്ടുള്ള രാമായണം, മഹാഭാരതം, അതുപോലെ തന്നെ കൗടില്യൻ്റെ, കാർത്യായനൻ്റെ ഒക്കെയുള്ള കൃതികൾ നമ്മുടെ ക്ലാസ്സുകളിൽ PDF-ലായിട്ടും ക്ലാസ്സിലും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ സാധാരണ ഇവിടെ എൻ്റെ മുഖം വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. പക്ഷേ നമുക്ക് ഇപ്രാവശ്യത്തെ സ്ലൈഡുകൾ കുറച്ച് ഡേറ്റ റിച്ച് ആയിട്ടുള്ള സ്ലൈഡുകളാണ്. അപ്പോൾ ഇവിടെ മുഖം വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡുകളുടെ എണ്ണം ഒന്നില്ലെങ്കിൽ വല്ലാണ്ട് കൂട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇത് മുഴുവൻ ഒതുക്കി ചെറുതാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. അതിനേക്കാളും നല്ല നിങ്ങൾക്ക് വിസിബിലിറ്റി കൂടിക്കോട്ടെ. എൻ്റെ മുഖം അല്ലല്ലോ പ്രാധാന്യം അർഹിക്കുന്നത്. പ്രധാനമായിട്ട് നിങ്ങൾ കാണേണ്ടത് ഇതിൻ്റെ ഫാക്റ്റുകളാണല്ലോ. അതുകൊണ്ടാണ് എൻ്റെ മുഖം ഒഴിവാക്കിയത്. അതുകൂടി ഞാൻ പറയുകയാണ്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പുതുമയായിരിക്കും, ഈ സ്ലൈഡ് മാത്രം കണ്ടിട്ടുള്ള ഒരു പഠനം ചിലപ്പോൾ പുതുമയായിരിക്കും. പക്ഷെ എന്ത് ചെയ്യുക? ഈ ഭാഗം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കേൾക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. കാരണം ഡേറ്റയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനാണ് നമ്മൾ ഡിസ്കഷൻസ് നടത്തുന്നത്. ദ റീസൺ why we are conducting this discussion is you people have to understand or you have to be data rich. PSC എക്സാമുകൾ ആ രീതിയിലേക്ക് മാറുന്നു. ഡേറ്റ റിച്ച് ആയിട്ട് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവ പിന്നീട് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലാവുണ്ടോ? സോ ഫസ്റ്റ് ഡേറ്റ റിച്ച് ആവുക, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് അപ്ലൈ ചെയ്യാം. ഇനി കൗടില്യൻ അഥവാ ചാണക്യൻ്റെ ഒരു കൃതി നമുക്കറിയാം. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട? അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രമുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ചൂർണി എന്ന് പറയുന്ന ഒരു റിവറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ചൂർണി എന്ന് പറയുന്ന റിവറിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ചൂർണി റിവർ? ഏതായിരുന്നു? ഇന്നത്തെ കാലത്ത് നമ്മളുടെ പെരിയാറിനെയാണ് ചൂർണി എന്ന പേരിൽ അദ്ദേഹം പറയുന്നത്. ചൂർണി, മനസ്സിലാവുന്നുണ്ടോ? ഇതും PSCയുടെ പല ചോദ്യങ്ങളിലായിട്ട് വന്നിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആൻസർ വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഏതാണ് എന്നുള്ളത്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴയ സംസ്കൃത ഗ്രന്ഥം എന്ന് പറയുന്നത് ഐതരേയ ആരണ്യകമാണ്. കാലഘട്ടം നിശ്ചയിക്കപ്പെട്ട കൃതി എന്ന തലത്തിൽ നോക്കുകയാണെങ്കിലോ അത് വാർത്തികമായിട്ട് വരും. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നതാണ് ചോദിക്കുന്നത്. നോക്കൂ, മൂഷകവംശം ഏതാണ്? മൂഷകവംശം was written in 11th century AD and consists of 15 chapters എന്ന് എന്ത് ചെയ്യുന്നു? പറയുന്നു. മൂഷകവംശം എന്ന് പറയുന്ന കൃതി എഴുതപ്പെട്ടിട്ടുള്ളത് ഏത് സമയത്താണ് എന്നാണ് പറയുന്നത്? ഇദ്ദേഹം 11ാമത്തെ സെഞ്ചുറിയിൽ 15 ചാപ്റ്ററോടുകൂടി എഴുതപ്പെട്ടു എന്ന് എന്ത് ചെയ്യുന്നു? പറയുന്നു. അടുത്തതിൽ പറയുന്നു മധുരൈ കാഞ്ചി ഈസ് എ തമിഴ് ലിറ്ററേച്ചർ വർക്ക് which mentions about Kerala art form ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളലിനെ കുറിച്ച് പരാമർശമുള്ള തമിഴ് കൃതിയാണ് മധുരൈ കാഞ്ചി എന്ന് പറയുന്നു. നോക്കൂ, ഇതിൻ്റെയൊക്കെ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് വലിയ ചോദ്യങ്ങളിലൊക്കെ മലയാളം കൂടി ഉൾപ്പെടുത്തിയാൽ വെറുതെ എക്സ്ട്രാ ഒരു സ്ലൈഡും കൂടി നമ്മൾ തള്ളി കയറ്റേണ്ടി വരും. അത് ആവശ്യമില്ലല്ലോ, നമുക്ക് ചർച്ച ചെയ്ത് പോയാൽ മലയാളത്തിൽ ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിസ്കഷനിൽ എല്ലാത്തിലും മലയാളം ഞങ്ങൾ എടുത്തിടാത്തത്. സാധാരണഗതിയിൽ ഇത് ബൈലിംഗ്വൽ എക്സാമുകളാണ്. ഇംഗ്ലീഷ് ആൻഡ് മലയാളം സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും കേട്ടോ. റൈറ്റ്, ഇരിക്കട്ടെ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചാപ്റ്ററുകളിൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക സംശയങ്ങളില്ല. 15 ചാപ്റ്ററുകൾ എന്ന് വ്യക്തമായിട്ട് തന്നെ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും 18 ചാപ്റ്റർ സർഗങ്ങൾ എന്നാണ് ഇതിനെ വിളിക്കുക. 18 സർഗങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ വിളിക്കാറുള്ളത്. 11ാം സെഞ്ചുറി 12ാം സെഞ്ചുറി എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചില ഡിബേറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ 11ാം സെഞ്ചുറി എന്ന് എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ 12ാം സെഞ്ചുറി എന്നും പറയാറുണ്ട്. ഇങ്ങനെ സ്പെസിഫിക്കലി ചോദിക്കില്ല, എന്നാലും എന്ത് ചെയ്യുക? ജസ്റ്റ് ഓർത്ത് ഈ കാലഘട്ടമാണ് എന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി ഇതിൽ നിന്ന് നമുക്ക് അറിയാവുന്ന എന്താ പറയുക, നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് ആദ്യം തന്നെ പോവാം. നോക്കൂ, മധുരൈ കാഞ്ചി പലതവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇറ്റ്സ് എ തമിഴ് ലിറ്റററി വർക്ക് ദാറ്റ് വിച്ച് മെൻഷൻസ് ദി കേരള ഫെസ്റ്റിവൽ. ഓണത്തിനെ കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് ഏതെന്ന് പറയുന്നത്? മധുരൈ കാഞ്ചി. ഇത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? ഓർത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് വരുന്നത് മൂഷകവംശത്തിനെ കുറിച്ചാണ്. നോക്കൂ, മൂഷകവംശം എന്ന് പറയുന്നത് വംശം എന്ന് വെച്ചാൽ എന്താണ്? ഡൈനാസ്റ്റി അല്ലെ. അപ്പൊ മൂഷക രാജാക്കന്മാരുണ്ട്. ഇതിൽ പല സ്ഥലത്തും മൂഷിക എന്ന് തന്നിട്ടുണ്ട്. മൂഷക, ഓക്കെ, മൂഷക ഡൈനാസ്റ്റിയാണ്. ഓക്കെ, മൂഷക ഡൈനാസ്റ്റിയാണ് കേട്ടോ. അപ്പൊ മൂഷക ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഏഴിമല, ഇപ്പോഴത്തെ കണ്ണൂരിൻ്റെ അപ്പുറത്തുള്ള ഏഴിമലയിലെ ഏഴിമലയുടെ ആ പ്രദേശങ്ങളിൽ അവിടെ ആസ്ഥാനമാക്കിയിട്ട് ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു മൂഷക രാജവംശം. ഈ മൂഷക രാജവംശത്തിൻ്റെ കിങ് ശ്രീകണ്ഠ എന്ന് പറയുന്ന
ശ്രീകണ്ഠ എന്ന് പറയുന്ന കാന്തൻ കരിവർമ്മൻ എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ഈ രാജാവിൻ്റെ സദസ്സിലെ കോർട്ടിലെ പോയറ്റായിരുന്നു അതുലൻ. ആരായിരുന്നു? അതുലൻ. ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഇദ്ദേഹം ഒരു സാൻസ്ക്രിറ്റ് പോയറ്റായിരുന്നു കേട്ടോ. അദ്ദേഹം എഴുതിയിട്ടുള്ള ആ ഡൈനാസ്റ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ക്രോണിക്കിളാണ് ഏതെന്ന് പറയുന്നത് നമ്മളുടെ മൂഷക വംശം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക? ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ മൂഷക രാജവംശനായിട്ടുള്ള രാമഘട, മൂഷകൻ എന്ന് രണ്ട് തരത്തിൽ പറയാറുണ്ട്. മൂഷക വംശം എന്നും മൂഷിക വംശം എന്നും രണ്ടും പറയാറുണ്ട്. കൂടുതലായിട്ട് മൂഷക വംശം എന്ന് ചില സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. മൂഷിക വംശം എന്നും പറയാം. മൂഷിക വംശം ആരും പറയാറില്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ നമ്മളുടെ വിക്കിപീഡിയ പോലുള്ള സ്ഥലങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ മൂഷിക വംശം എന്ന് തന്നെയാണ് പറയാറുള്ളത്. പക്ഷെ വേറെ ചില ടെക്സ്റ്റുകളിൽ മൂഷക വംശം എന്നും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഏതിലേക്ക് ഇത് കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്കും സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് എന്താണ് പറയാനായിട്ട് എനിക്കും അറിയില്ല. എന്നാലും ഇത് ഓർക്കുക, ഈ ഒരു വംശം എന്ത് ചെയ്യുക? ഓർക്കുക നിങ്ങൾ. അപ്പൊ ഇതിൽ ഏറ്റവും ആദ്യത്തെ ഉണ്ട് രാമഘടിക മൂഷികൻ എന്നൊക്കെ തുടങ്ങിയ ഒരാളുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം മുതൽ ഇങ്ങോട്ട് ഈ മൂഷിക വംശത്തിൽ പെടുന്ന വിവിധ രാജാക്കന്മാരുടെ ഇത് കംപ്ലീറ്റ് എക്സാക്ട് ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കയറിയിട്ടുണ്ട്, പല പല മിത്തുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുമുണ്ട് എന്ന് എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി നന്ദനൻ എന്ന് പറയും. നന്ദനൻ അല്ലെങ്കിൽ നന്ദൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക രാജാവ്, അങ്ങനെ പ്രശസ്തരായിട്ടുള്ള പല പല ആളുകളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൽ ഏതായിരിക്കും ശരിയായിട്ടുള്ളത്? മൂഷക വംശം ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ കീഴിൽ തന്നിരിക്കുന്നത്. 11, 12, 2 സെഞ്ചുറികളെ കുറിച്ചും പറയാറുണ്ട്. 15 ചാപ്റ്റേഴ്സ്, 15 സർഗങ്ങളാണ് ഇതിൽ ഉള്ളത്. പക്ഷെ മധുരൈ കാഞ്ചി ഓട്ടംതുള്ളലിനെ കുറിച്ചല്ല, ഓണത്തിനെ കുറിച്ച് നമ്മളോട് പറയുന്ന ഒരു കൃതിയാണ്. ഓർക്കുമല്ലോ? നിങ്ങൾ ഇതിലെ കീ ഏത് 1 and only 2 and അതിലേക്ക് നോക്കണ്ട. നിങ്ങൾ ഈ ഡേറ്റ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഉള്ളിലോട്ട് എടുക്കാനും അറിയാത്തവ എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്യാനായിട്ടുമായിട്ട് എന്ത് ചെയ്യുക? ഈ ഡിസ്കഷൻ ഉപയോഗപ്പെടുത്തുക കേട്ടോ. റൈറ്റ്, അടുത്ത ചോദ്യം നോക്കൂ. ദ ഡാൻസ് ഫോം ഓഫ് കേരള ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദ സംഘം ലിറ്ററേച്ചർ. നമ്മൾ ഒരുപാട് തവണ അത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഏതാണ്? തിരുവാതിരക്കളിയാണ് കേട്ടോ. സംഘകാലത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ നൃത്തരൂപം എന്ന് പറയുന്നത് ഏതാണ്? തിരുവാതിരക്കളിയാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില എക്സ്ട്രാ കാര്യങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചേക്കുക നിങ്ങൾ. നോക്കൂ, ദർ ഇസ് എ സംഘം ലിറ്ററേച്ചർ ദാറ്റ് മെൻഷൻസ് അബൌട്ട് 10 ചേര കിങ്സ്. 10 ചേര രാജാക്കന്മാരെ കുറിച്ച് പറയുന്ന ഒരു കൃതിയാണ് പതിറ്റുപത്ത് എന്ന് പറയുന്നത്. ഇതാണ് പതിറ്റുപത്ത് എന്ന് പറയുന്ന കൃതി. അതുപോലെ തന്നെ മേജർ കൃതികൾ ഓർക്കുക നിങ്ങൾ. മനസ്സിലാണ്ടോ? തൊൽക്കാപ്പിയം, എട്ടുതൊകൈ, എന്താണ് പത്തുപ്പാട്ട്, ഇങ്ങനെയുള്ള എന്താണ് വിവിധങ്ങളായിട്ടുള്ള കൃതികളുണ്ട്. ഇവയൊക്കെ ഓർക്കുക. സിലപ്പതികാരമുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഏതാ പറയുക? മണിമേഖല. സിലപ്പതികാരത്തിന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള തലത്തിൽ പലരും എന്താണ് മണിമേഖലയെ കുറിച്ച് പറയുന്നത്. മണിമേഖല എന്ന് പറയുന്ന എന്താ പറയുക ഈ കൃതിയിൽ നമ്മളുടെ എന്താ പറയുക കോവലനും കണ്ണകിയും ഉണ്ടായിരുന്നല്ലോ. ആ കണ്ണകിയുടെ എന്താ പറയുന്നത് അവരുടെയും മകൾ, അങ്ങനെ എന്താണ് പിന്നീട് എന്ത് ചെയ്യാണ്? കൃതി മുന്നോട്ട് പോവുകയാണ്. അതാണ് മണിമേഖല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാറുള്ളത് അറിയപ്പെടുന്ന കൃതി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നത്? അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ കൃതികൾ പ്രധാനപ്പെട്ട കുറേ കൃതികളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവയൊക്കെ ഓർക്കാൻ ശ്രദ്ധിക്കുക. നോക്കൂ, എല്ലാത്തിൻ്റെയും കഥ പറയാൻ നമുക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ മതിയാവില്ല. മനസ്സിലാവുണ്ട്? അത്രയധികം കാര്യങ്ങൾ പറയാനുണ്ടാകും. ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അതാത് ഏരിയാസ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇത് ചർച്ച ചെയ്യുന്നു. നമ്മൾ നെക്സ്റ്റ് എന്താ പറയുക ടെസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കവർ ചെയ്യാത്ത മറ്റു ഭാഗങ്ങൾ കൂടി ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തും. അങ്ങനെ നമ്മൾ സ്റ്റഡി പ്ലാൻ നമ്മൾ അവസാനിക്കുന്ന സമയം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? എല്ലാ ഏരിയാസും നമ്മൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കി പോകും. അതുകൊണ്ടാണ് സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യണം? നിങ്ങൾ മുഴുവനായി ഫോളോ ചെയ്യണമെന്ന് പ്രത്യേകം പറയാറുള്ളത്. ആദ്യത്തെ എക്സാം എഴുതി 2 എക്സാം വിടാം, കാര്യമില്ല. 2 എക്സാമിൽ എന്ത് ചെയ്യും? നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താത്ത മറ്റു ഭാഗങ്ങൾ രണ്ടാമത്തെ എക്സാമുകളിൽ എന്ത് ചെയ്യും? നമ്മൾ ഉൾപ്പെടുത്തും, അത് ചർച്ച ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? അതിൻ്റെ പ്രോപ്പർ എഫക്റ്റ് കിട്ടുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു ഡിറ്റർമിൻഡ് ആയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് വളരെ സുന്ദരമായി സുഖകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? എക്സാം എഴുതി അവസാനിപ്പിക്കാൻ ഉള്ളതാണ്. റൈറ്റ്, അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ എന്നതാണ് ചോദ്യം. മണിമേഖലൈ ഈസ് ഓൾസോ നോൺ ആസ് തമിഴ് ബൈബിൾ. തമിഴ് ബൈബിൾ എന്ന പേരിൽ കൂടി മണിമേഖല അറിയപ്പെടുന്നു. കിങ് ആദിത്യവർമ്മൻ ഈസ് ദ ക്യാരക്ടർ മെൻഷൻഡ് ഇൻ ദ മണിപ്രവാളം വർക്ക് ഉണ്ണിയച്ചി ചരിതം. മണിപ്രവാള കൃതിയായ ഉണ്ണിയച്ചി ചരിതത്തിൽ പരാമർശിക്കപ്പെടുന്ന കഥാപാത്രമാണ് ആദിത്യവർമ്മൻ. ദ ഫസ്റ്റ് ബുക്ക് ടു പ്രിന്റ് മലയാളം ലെറ്റേഴ്സ് ഈസ് ഹോർത്തൂസ് മലബാറിക്കസ്. ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ചോദിച്ചിട്ടുണ്ട്. നോക്കിയാലോ, തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കൃതിയാണ് ഏതാണ്? തിരുക്കുറലാണ്. തിരുക്കുറൽ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതായിരുന്നു. മണിമേഖല എന്ന് പറയുന്നത് നമ്മളുടെ കണ്ണകിയുടെയും കോവലന്റെയും ഒക്കെ എന്താ പറയുക
നെക്സ്റ്റ് പാർട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പതികാരത്തിന്റെ നെക്സ്റ്റ് പാർട്ട്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ചിലപ്പതികാരത്തിന്റെ എന്താ പറയുക നെക്സ്റ്റ് പാർട്ടാണ് മണിമേഖല. തമിഴ് ബൈബിൾ എന്നറിയപ്പെടുന്നത് മണിമേഖലയല്ല, അത് തിരുക്കുറൾ, തിരുവള്ളൂരിന്റെ തിരുക്കുറലാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഞ്ചാം വേദം. അഞ്ചാം വേദം എന്നുകൂടി തിരുക്കുറൾ അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് കിങ് ആദിത്യവർമ്മനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഉണ്ണുനീലി സന്ദേശമുണ്ട്. ഉണ്ണിയച്ചി അല്ല, ഏതാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഏതായിരുന്നു? ഉണ്ണിയച്ചി ചരിതം എന്ന് പറയും അല്ലെ, അതല്ല, മണിപ്രവാള കൃതിയായിട്ടുള്ള ഉണ്ണുനീലി സന്ദേശമുണ്ട്. മനസ്സിലാവുന്ന സന്ദേശകാവ്യങ്ങൾ, അതായത് ഭാഷയിലേക്കുള്ള നമ്മളുടെ ഒരു വളർച്ച, നമ്മുടെ മലയാളത്തിന്റെ ഒരു വളർച്ചയില്ലേ, ഭാഷയുടെ വളർച്ചയുടെ ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ സന്ദേശകാവ്യങ്ങൾ. ദേവദാസികളുടെയും മറ്റും ഒരു പ്രാമുഖ്യം വല്ലാണ്ട് ഉണ്ടായിരുന്ന, രാജാക്കന്മാർ പോലും എന്താണ് ദേവദാസികളുടെ വീടുകളുടെ മുന്നിൽ തേര് കൊണ്ടുവന്നിട്ട് കാത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്താ പറയുക വരുന്ന ഒരു ആളെ കുറിച്ച് എന്താണ്, ഒരു ദേവദാസിയാണ് ഉണ്ണുനീലി. ഈ ഉണ്ണുനീലിയെ കുറിച്ചിട്ടുള്ള എന്താ പറയുക ഉണ്ണുനീലി കഥ എന്ന് ഞാൻ വളരെ ചുരുക്കിയിട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഈ ഉണ്ണുനീലി സന്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഒരു കാമുകൻ കാമുകി ഇങ്ങനെയായിരിക്കും ഈ സന്ദേശകാവ്യങ്ങൾ പോവുക. എന്നിട്ട് കാമുകൻ കാമുകിയുടെ അടുത്ത് എന്ത് ചെയ്യും? കാമുകനും ഉണ്ടാകും, കാമുകി ഉണ്ടാകും. കാമുകനും കാമുകിയും എന്തോ ഒരു കാരണവശാൽ എന്ത് ചെയ്യും? പരസ്പരം വേർപിരിയപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കാമുകൻ ഏതെങ്കിലും ഒരാളെ കണ്ടുപിടിക്കും. മനസ്സിലാവുണ്ടോ? ചിലപ്പോൾ മേഘമായിരിക്കും, അതാണ് മേഘദൂത് അല്ലെ, മേഘത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ അരയന്റെ അടുത്ത് ഹംസദൂത്, ഏതെങ്കിലും ഒരാളുടെ അടുത്ത് എന്ത് ചെയ്യും? ഒരു എന്താണ് സന്ദേശം എന്ത് ചെയ്യുകയാണ്? പറഞ്ഞയക്കുകയാണ്. ഞാൻ ഇവിടെയുണ്ട്, എനിക്ക് നിന്നോടുള്ള പ്രണയം അടക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയാണ്? ഇത് പറഞ്ഞയക്കുന്ന ഈ കാര്യങ്ങളാണ് സന്ദേശകാവ്യങ്ങൾ എന്നൊക്കെ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. ഈ രീതിയിൽ ഉണ്ണുനീലിക്ക് കൊടുക്കുന്ന എന്താ പറയുക ഒരു സന്ദേശമുണ്ട്, അതാണ് ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തിനാണ് ഈ പ്രേമം പറയുന്ന ഈ കൃതികളൊക്കെ ഇത്രയും ഫേമസ് ആവുന്നത്? കാരണം ഇപ്പൊ ഉണ്ണുനീലി സന്ദേശം എടുക്കുക. ഉണ്ണുനീലി സന്ദേശത്തിൽ ഈ കാമുകനെ ഒരു യക്ഷി എന്ത് ചെയ്യുകയാണ്? കിടപ്പറയിൽ നിന്നും എടുത്ത് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമില്ലേ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഈ എന്താ പറയുക ഈ ഇതിന്റെ മുകളിലേക്ക് എത്തിയപ്പോഴാണ് മൂപ്പർ ഉണരുന്നത്. എന്തുറക്കായിരുന്നു അല്ലെ, ഭയങ്കര ഉറക്കായിരുന്നു. മൂപ്പർ എന്തൊക്കെയോ അറിയുന്ന മന്ത്രവും തന്ത്രവും ഒക്കെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യും? ഈ യക്ഷയുടെ രക്ഷപ്പെട്ടിട്ട് താഴെ വന്ന് ലാൻഡ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി, അയ്യോ ഞാനിവിടെ പത്മനാഭ സ്വാമിയുടെ മുന്നിലാണ് എത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ആദിത്യവർമ്മൻ ആയിട്ടുള്ള എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഈ രാജാവിൻ്റെ അടുത്ത് രാജാവ് തിരിച്ച് ഈ ഉണ്ണുനീലി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കൊടുങ്ങല്ലൂരൊക്കെ ഉണ്ടല്ലോ, ആ ഭാഗങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഉണ്ണുനീലിയുടെയൊക്കെ മഠമുള്ളത്. അപ്പൊ ഇദ്ദേഹം പോകുന്നത് ആ കാലഘട്ടത്തിലെ ചേര രാജാക്കന്മാരിൽ എന്താണ് അവരുടെ തലസ്ഥാനം നിങ്ങൾക്ക് അറിയാം അല്ലെ, എവിടേക്കാണ്? കൊടുങ്ങല്ലൂരിന്റെ അടുത്തൊക്കെ ആയിട്ടാണുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഹിസ്റ്ററിയിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യുന്നു? താങ്കൾ പോവുകയല്ലേ, താങ്കളുടെ അടുത്ത് എന്ത് ചെയ്യാം? ഞാൻ ഈ സന്ദേശം തരാമെന്ന് പറയാണ്. എന്തുകൊണ്ട് ഈ കൃതികൾ ഇമ്പോർട്ടന്റ് ആകുന്നു എന്നുള്ളത് ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ഈ തിരുവനന്തപുരത്തിന്റെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും മറ്റുള്ള ചില ഡീറ്റെയിൽസ് നമുക്ക് കാണാം. പിന്നെ ഈ ആദിത്യവർമ്മൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനോട് അദ്ദേഹം വഴി പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെ ഉണ്ണുനീലിയുടെ വീട്ടിലേക്ക് എത്താം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ പോകുന്ന വഴികളൊക്കെ കൊല്ലം അല്ലെ, കൊല്ലത്തെത്തുക വിചാരിക്കൂ. കൊല്ലത്തെത്തുമ്പോൾ കൊല്ലത്തെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, കൊല്ലത്തെ കടപ്പുറത്ത് എന്തൊക്കെ നടക്കുന്നു അല്ലെ, അവിടെ ചൈനീസ് വ്യാപാരികൾ വന്നിട്ടുണ്ട്, അവിടെ വലകൾ കാണാം, അവിടെ മൺചട്ടികൾ, ഇങ്ങനെ ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഈ വരികളിലുള്ള കാര്യങ്ങളിലൂടെ ആ കാണുന്ന കാഴ്ചകൾ വിവരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ആ ചരിത്രത്തിന്റെ ആ കാലഘട്ടത്തിൽ അവിടെ ഏതൊക്കെ രാജ്യത്തിന് ആരൊക്കെ വന്നു, ആ രാജ്യത്തെ സൊസൈറ്റിയുടെ അവസ്ഥ എന്തായിരുന്നു, രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു, ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള സന്ദേശ കാവ്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ചരിത്രപരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻസ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുകൊണ്ടാണ് ഇവയൊക്കെ ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ ആദിത്യവർമ്മൻ ഈ രീതിയിൽ വളരെ ഫേമസ് ആണ്, ഉണ്ണുനീലി സന്ദേശവും ഫേമസ് ആണ്. അപ്പോൾ ഉണ്ണിയച്ചി ചരിതമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകളുടെ അർത്ഥം മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. ഇനി ദ ഫസ്റ്റ് ടൈം മലയാളം ലെറ്റേഴ്സ് വർ പ്രിന്റഡ് വാസ് ഇൻ ദ ബുക്ക് ഹോർത്തൂസ് മലബാർക്കസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 12 വോള്യങ്ങളിലായിട്ട് എന്ത് ചെയ്യുകയാണ്? ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുണ്ടോ? എവിടെ നിന്നാണ്? ആംസ്റ്റർഡാമിൽ നിന്നാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. വെസ്റ്റേൺ ഗാട്സിൽ, നമ്മളുടെ വെസ്റ്റേൺ ഗാട്സിന്റെ പലയിടങ്ങളിലായിട്ടുള്ള പ്രധാനപ്പെട്ട സസ്യങ്ങളുടെയും മറ്റുമായിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻസ് ആണ് അതിൽ കാണുന്നത്. 1678-ന്റെയും 1693-ന്റെയും ഇടയിൽ എന്താണ് പബ്ലിഷ് ചെയ്യപ്പെടുന്ന ഈ ഒരു പുസ്തകത്തിൽ 12 വോളിയംസ് ഉണ്ട്. ആരായിരുന്നു ഇതിന്റെ മുൻകൈ എടുത്ത് നിന്നത്? ഹെൻറിക് ആൻഡ്രിയാൻ വാൻഡ്രീഡ് ആയിരുന്നു ഇതിന് മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇട്ടി അച്യുതൻ അല്ലെ, സാരസ്വത ബ്രാഹ്മണന്മാർ, ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഹോർത്തൂസ് മലബാർക്കസിന്റെ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളെല്ലാം ഓർത്ത് വെക്കുന്നത് അല്ലെ. അപ്പുഭട്ട്, വിനായക ഭട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഗൗഡ സാരസ്വത ബ്രാഹ്മണരെ കുറിച്ചും ഇട്ടി അച്യുതനെ കുറിച്ചും അല്ലെ, ശ്രീ മണിലാലിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ശ്രീ മണിലാലാണ് എന്ത് ചെയ്യുന്നത്? പത്മശ്രീ കിട്ടിയ അദ്ദേഹത്തിന് അല്ലെ, അദ്ദേഹമാണ് ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ.
ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ഹൂ ഈസ് ദ ഓഥർ ഓഫ് ബുക്ക് കേരളപ്പഴമ? സംശയങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുകയാണ്. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് അല്ലെ? കേരളപ്പഴമ, കേരളോൽപ്പത്തി അല്ലെ? കേരളോൽപ്പത്തി, കേരളപ്പഴമ, അതൊക്കെ ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ് അല്ലെ? ഈ കേരളപ്പഴമ എന്ന് പറയുന്ന ഈ കൃതിയിൽ ഏത് കാലഘട്ടം മുതലാ? 1498 അല്ലെ? വാസ്കോഡ ഗാമ ഇവിടെ വന്ന് ഇറങ്ങുന്ന സമയം മുതൽ 1631 വരെയുള്ള കാലഘട്ടത്തിന്റെ ചരിത്രമാണ് നമുക്ക് കേരളപ്പഴമയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാണിത് ഈ കേരളപ്പഴമ പബ്ലിഷ് ചെയ്ത വർഷം എന്നായിരുന്നു? 1868 ഈ കേരളപ്പഴമ എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ട് മലബാർ റീജിയനെ കുറിച്ചാണ്. മനസ്സിലാവുന്നുണ്ടോ? ഏത് റീജിയന്റെ കാര്യങ്ങളോ വിശേഷങ്ങളോ നമുക്കിവിടെ കിട്ടുക? മലബാർ റീജിയന്റെ വിശേഷങ്ങളാണ് നമുക്ക് ഈ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ കറക്റ്റ്? ദ ഫസ്റ്റ് മെൻഷൻ ഓഫ് കൊച്ചി in historical records was by the Chinese traveler Ma Huan in the early 15th century. ചരിത്രരേഖകളിൽ കൊച്ചിയെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ പരാമർശം നമുക്ക് കിട്ടുന്നത് മാ ഹുവാൻ എന്ന ചൈനീസ് സഞ്ചാരി നടത്തിയിട്ടുള്ള 15ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നടത്തിയിട്ടുള്ള പരാമർശത്തിലാണെന്ന് പറയുന്നു. ഇനി കേരളത്തെ മലബാർ എന്ന് വിശേഷിപ്പിച്ച അൽ ബിറൂണി മുഹമ്മദ് ഗസ്നിയുടെ കൊട്ടാരത്തിലെ പണ്ഡിതനായിരുന്നു എന്നും പറയുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കേരളത്തിനെ മലബാർ എന്ന് വിശേഷിപ്പിച്ചത് മുഹമ്മദ് ഗസ്നിയുടെ എന്താ പറയുക സദസ്സിലെ പണ്ഡിതനായിട്ടുണ്ടായിരുന്ന അൽ ബിറൂനി തന്നെ ആയിരുന്നു. ഇതോ രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. മനസ്സിലാവുന്നുണ്ടോ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. നോക്കൂ, അതായത് 1331 എന്ത് നടക്കുകയാണ്? ഒരു വലിയ പ്രളയം ഉണ്ടാവുകയാണ് കേരളത്തിൽ. ആ പ്രളയത്തിൽ മുസിരിസ് പോർട്ട്, ഏതാണ്? മുസിരിസ് പോർട്ട് ഉണ്ട് അല്ലെ? ഇപ്പൊ കൊച്ചി ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂരിന്റെ ഇപ്പുറത്തായിട്ട് ആണ്, കുറച്ചുകൂടി കേരളത്തിന്റെ കുറച്ചുകൂടി മുകളിലായിട്ടാണ് മുസിരിസ് പോർട്ട് ഉണ്ടായിരുന്നത്. ഈ മുസിരിസ് പോർട്ട് എന്ത് ചെയ്യുന്നു? കനത്ത പ്രളയത്തിൽ വെള്ളമെല്ലാം ഒലിച്ചു വന്നിട്ട് ചെളിയും മണ്ണും നിറഞ്ഞ് മുസിരിസ് പോർട്ട് അടഞ്ഞു പോവുകയാണ്. അതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? കൊച്ചി പോർട്ട് പിന്നെ പൊങ്ങി വരികയാണ്. അതുകൊണ്ട് പണ്ട് മുസിരിസ് ആയിരുന്നു എല്ലാവരും വന്നിരുന്ന പോർട്ട്. മനസ്സിലാവുന്നുണ്ടോ? ശേഷം ഈ കൊച്ചിക്ക് പ്രാമുഖ്യം വരുന്നു. അതുകൊണ്ടാണ് ഈ 14ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്യുന്നു? ഈ മുസിരിസ് പോർട്ട് അടഞ്ഞു പോകുമ്പോൾ പിന്നീട് 15ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടം മുതലാണ് കൊച്ചിയെ കുറിച്ച് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത്? പരാമർശിക്കുന്നത്. ഇങ്ങനെ ആദ്യ പരാമർശം നമുക്ക് 15ാം നൂറ്റാണ്ടിൽ മാ ഹുവാൻ. അപ്പൊ കണക്ട് ചെയ്യണം. 14ാം നൂറ്റാണ്ടിൽ ഈ ദുരന്തം നടക്കുന്നു, മുസിരിസ് പോർട്ട് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രക്ട് ചെയ്യപ്പെടുന്നു. ശേഷം കൊച്ചിക്ക് പ്രാമുഖ്യം വരുന്നു. 15ാം നൂറ്റാണ്ടിൽ, തൊട്ടടുത്ത നൂറ്റാണ്ടിലായപ്പോഴേക്കും കൊച്ചിയുടെ പരാമർശം നമുക്ക് കിട്ടുന്നുണ്ട്. മാ ഹുവാൻ എന്ന ചൈനീസ് സഞ്ചാരി വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് ആ ഒരു പരാമർശം നമുക്ക് ഊഹിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായല്ലോ. ഇനി കിതാബുൽ ഹിന്ദ്, ഏതാണ്? കിതാബുൽ ഹിന്ദ് വാസ് റിട്ടൺ ബൈ അൽ ബിറൂനി. ഇറ്റ് ഈസ് എ ഫേമസ് അറബിക് ടെക്സ്റ്റ്. ഇദ്ദേഹം ഒരു പേർഷ്യൻ, എന്താ പറയുക, പേർഷ്യൻ ആയിരുന്നു. ഈ അൽ ബിറൂനി ഒരു പേർഷ്യൻ ആയിരുന്നു. വെറിൻ ഹി കമന്റ്സ് ഓൺ ഇന്ത്യൻ സയൻസസ്, ഹിന്ദു റിലീജിയസ് ബിലീഫ്സ്, കസ്റ്റംസ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന പുസ്തകമാണ് കിതാബുൽ ഹിന്ദ്. അൽ ബിറൂനി വാസ് ദ ഫസ്റ്റ് മുസ്ലിം സ്കോളർ ടു സ്റ്റഡി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ബ്രാഹ്മണിക്കൽ ട്രഡീഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഈ അൽ ബിറൂനിയാണ് എന്ത് ചെയ്യുന്നത്? കേരളം എന്ന് പറയുന്ന ഈ പ്രദേശത്തിനെ മലബാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓർത്തിരിക്കുമല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് എഡിക്റ്റ് ഫൗണ്ട് ഇൻ കേരള ഹാസ് മെൻഷൻസ് അബൌട്ട് ദ ബുദ്ധിസ്റ്റ് സെന്റർ ശ്രീമൂലവാസം? ബുദ്ധ മതകേന്ദ്രമായിട്ടുള്ള ശ്രീമൂലവാസത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന ശാസനം താഴെ തന്നിട്ടുള്ളവയിൽ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഏതാണ് വരുന്നത്? പാലിയം ശാസനം അല്ലെ? പാലിയം ശാസനം. നോക്കൂ, ക്ലാസ്സിൽ കൊടുത്തിട്ടുള്ള സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാലിയം ശാസനം കേരളത്തിലെ ബുദ്ധമത കേന്ദ്രമായ ശ്രീമൂലവാസത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. വിക്രമാദിത്യ വരഗുണൻ അല്ലെ? ഓരോ ശാസനത്തിലും ആ കാലഘട്ടത്തിലെ റൂളർ ആരായിരുന്നു ഓർക്കണം അല്ലെ? പിന്നെ കരുമാടിക്കുട്ടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കൂ, കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൃത്യമായി നോക്കുക. പാലിയം കോപ്പർ പ്ലേറ്റ് അഥവാ പാലിയം ശാസനം അല്ലെ? ഇതിലെന്തുണ്ട്? ശ്രീമൂലവാസത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ പ്ലേറ്റ്, അതിന് ഈ ശാസനം, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ദ ആയി രാജാവായിട്ടുള്ള വിക്രമാദിത്യ വരഗുണനാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇറക്കുന്നത്, ശാസനം നൽകുന്നത്, അല്ലെങ്കിൽ അത് പുറപ്പെടുവിക്കുന്നത്. അറൌണ്ട് 898 AD ഡോക്യുമെന്റ് ഈസ് എക്സ്റ്റെൻസീവ് ഗ്രാൻഡ് ഓഫ് ലാൻഡ്, ഭൂമി നൽകുകയാണ് ടു ദ ബുദ്ധിസ്റ്റ് വിഹാര, ബുദ്ധവിഹാരമായിട്ടുള്ള ശ്രീമൂലവാസത്തിന് ഭൂമി വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ദ എഡിക്റ്റ് ഓൾസോ കണ്ടെയ്ൻസ് വേഴ്സസ് ഇൻ സാൻസ്ക്രിറ്റ്
സംസ്കൃതത്തിൽ ഉള്ള കുറെ ശ്ലോകങ്ങൾ കാണാം. അതിൽ എന്താണ്? പ്രൈസിങ് ദ ബുദ്ധിസ്റ്റ് ട്രിപ്പിൾ ജ്വൽസ്, ത്രിരത്നാസ് എന്ന് പറഞ്ഞുള്ള ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ത്രിരത്നാസ് ഉണ്ട് അല്ലെ. ട്രിപ്പിൾ ജ്വൽസ് ബുദ്ധമതത്തിൽ എന്തൊക്കെയുള്ളത്? ബുദ്ധൻ, ധർമ്മ, അതുപോലെ തന്നെ എന്താണ്? സംഘ അല്ലെ. ഒന്ന് ബുദ്ധനാണ്, ത്രിരത്നത്തിൽ ഏറ്റവും പ്രധാനം ബുദ്ധൻ, പിന്നെ ബുദ്ധധർമ്മങ്ങൾ, ധർമ്മം ടീച്ചിങ്സ്, പിന്നെ സംഘ കമ്മ്യൂണിറ്റി അല്ലെ. ഈ ട്രിപ്പിൾ ജ്വൽസിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ പരാമർശിക്കുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ആയി കിങ് വരഗുണൻ, വിക്രമാദിത്യ വരഗുണൻ അല്ലെ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ആസ് എ മെമ്പർ ഓഫ് വൃഷ്ണികുല, യാദവ ക്ലാനിൽപ്പെടുന്ന വൃഷ്ണികുല ജാതനാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. ആൻഡ് ദ ലോർഡ് ഓഫ് വിഴിഞ്ഞം. എന്താ പറയുന്നത്? കണ്ടോ, അടുത്ത ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ ആയി രാജവംശം ഏത് പ്രദേശം കേന്ദ്രമാക്കി ഭരിച്ചിരുന്നു? വിഴിഞ്ഞത്തെ രാജാക്കന്മാർ. ഇതൊരു PSC ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും വന്നിട്ടുണ്ട്. ആയി രാജാക്കന്മാർ ഏത് മേഖല ഭരിച്ചിരുന്നവരാണ്? ഇപ്പോൾ മൂഷക വംശം എവിടെയാണ്? ഏഴിമലയാണ് അല്ലെ. അപ്പൊ ആയി രാജാക്കന്മാർ എവിടെയാണ്? വിഴിഞ്ഞമാണ്. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമല്ലേ? ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദ പാലിയം കോപ്പർ പ്ലേറ്റ്സ് ആർ എ കീ ഹിസ്റ്റോറിക്കൽ സോഴ്സ് ഫോർ ദ പ്രസൻസ് ആൻഡ് റോയൽ പാട്രണേജ് ഓഫ് ബുദ്ധിസം ഇൻ ആൻഷ്യൻ കേരള. പുരാതന കേരളത്തിൽ ബുദ്ധമതത്തിന് രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ ലഭിച്ചിരുന്നു എന്നതിനുള്ള വ്യക്തമായ തെളിവ് കൂടിയാണ് നമ്മളുടെ ഈ ഒരു പാലിയം ശാസനം. ഓക്കെ അല്ലേ? കിട്ടിയ ഇൻഫർമേഷൻസ് കൃത്യമായി നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. നമ്മളുടെ ക്ലാസ്സിൽ പിന്നെ താഴെ ജ്യോതിശാസനമാണ് പറയുന്നത്. സെയിം ഓരോ ശാസനങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? ഇതാണ് ചോദിച്ചിട്ടുള്ളത്. വാസ്കോ ഡ ഗാമ ഇൻ ഹിസ് ഫസ്റ്റ് വിസിറ്റ് ടു കേരള received a wholehearted welcome by the Zamorin of Calicut and allowed him to set up trade facilities. വാസ്കോ ഡ ഗാമയുടെ ആദ്യ കേരള സന്ദർശനത്തിൽ കോഴിക്കോട് സാമൂതിരി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും വ്യാപാര സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. Then the dead body of Vasco da Gama was first buried in St. Francis Church in Kochi. കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലാണ് വാസ്കോ ഡ ഗാമയുടെ മൃതശരീരം ആദ്യം അടക്കിയത് എന്ന് പറയുന്നു. അടുത്തത് പറയുന്നു, പെരോഡ കൊവിൽഹ ഇസ് ദ ഫസ്റ്റ് പോർച്ചുഗീസ് ട്രാവലർ ടു റീച്ച് ഇന്ത്യ ബൈ ലാൻഡ്. കരമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ പോർച്ചുഗീസ് സഞ്ചാരി പെരോഡ കൊവിൽഹയാണ് എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റുകൾ കൃത്യമായിട്ട് കിട്ടിയല്ലോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നോക്കൂ, വാസ്കോ ഡ ഗാമയ്ക്ക് അത്യാവശ്യം ഒരു വാം വെൽക്കം ഒക്കെ ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചേ? പക്ഷേ 498 ഈ വന്ന സമയത്ത് ഒരു ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവരുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, സാമൂതിരി എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നോക്കൂ, പറയുമ്പോൾ ഇവർ വരുമ്പോൾ ഞങ്ങൾ വലിയ പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ സാമൂതിരി അന്ന് കേരളം, ഇന്ത്യ എന്നൊക്കെ പറയുന്നത് റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ സ്വർണവും വെള്ളിയും എന്താ പറയുക, ഐവറിയും ഒക്കെ എന്താ പറയുന്നത് അവർക്കൊരു വിഷയമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ കാരണം അത്രയും സ്പൈസസിന്റെ കച്ചവടം നടന്നിട്ട് ഇങ്ങനെ സ്വർണവും രത്നങ്ങളാണ് വരുന്നവരൊക്കെ എന്ത് ചെയ്യുന്നത്, കാഴ്ചവെക്കുന്നത് അല്ലെ. ചൈനീസ് കച്ചവട വ്യാപാരികൾ വരുന്ന സമയത്ത് എന്താണ്, മനോഹരമായ പാത്രങ്ങളിൽ പല 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 വിലപിടിപ്പുള്ള എന്താ പറയുക കല്ലുകളൊക്കെ പതിച്ചിട്ട് അതൊക്കെയാണ് സമ്മാനമായി കൊടുക്കുന്നത്. ഇവർ വന്നപ്പോൾ ഇവരുടേതായിട്ടുള്ള തോലും കുറച്ച് സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ശശി തരൂരിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? ഇംഗ്ലീഷുകാർ വരുമ്പോൾ 24% ഓഫ് വേൾഡ് GDP ആണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. അവർ വിട്ടുപോകുമ്പോൾ, ഇംഗ്ലീഷുകാർ വിട്ടുപോകുമ്പോൾ അത് 4% ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുറച്ചിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളുടെ കച്ചവടം ഏത് ലെവലിലാണ് ഉണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള സാമൂതിരിക്ക് ഇവർ വന്നിട്ട് കുറച്ച് തോലും കുറച്ച് അവരുടെ എന്താ ഇറച്ചി എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളാണ് അവർ കൊടുത്തത്. എന്തൊക്കെ കൊടുത്തു എന്ന് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. അതായത് ഒട്ടും സാമൂതിരിയെ എന്താണ് ഇംപ്രസ് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. മനസ്സിലാവുന്നുണ്ടോ? സോ സാമൂതിരി വാസ് എക്സ്പെക്ടിങ് വാട്ട് ഗോൾഡ് ആൻഡ് സിൽവർ. ഗാമ ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി സാമൂതിരിയുടെ സദസ്സ് ചിരിച്ചു എന്നാണ് പറയുന്നത്. എന്താണ്, അയ്യോ ഇതെന്താ ഏതോ ഒരു ദരിദ്രവാസികളും കിട്ട് കച്ചവടം ചെയ്യാൻ വന്നിരിക്കുന്നു പറയില്ല. അങ്ങനെയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, പോർച്ചുഗീസ് യൂറോപ്യന്മാർ അങ്ങനെയാണ് കണക്കാക്കിയിട്ടായിരുന്നു ഇന്ത്യയിലെ രാജാക്കന്മാർ. ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ. പിന്നെ എങ്ങനെയാണ് കാലം മാറിയത് എന്നുള്ളത് നമ്മളുടെ ഒരു പിടിപ്പുകേട് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ. അപ്പൊ എന്തായാലും ഇവർ വന്നു. ഗാമയോട് എന്ത് പറഞ്ഞു? ഗാമയോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഇവിടെ എന്താണ് കസ്റ്റംസ് ഡ്യൂട്ടീസ് ഒക്കെ അടച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കച്ചവടം ചെയ്തോ എന്ന് പറഞ്ഞു. പക്ഷെ ഗാമയ്ക്ക് ഇതല്ല വേണ്ടിയിരുന്നത്. അവർക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ വേണം. അതായത് കാലങ്ങളായിട്ട് അവിടെ അറബിക് കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നുണ്ട് സാമൂതിരിയുടെ പോർട്ടിൽ നിന്ന്. അപ്പൊ അതുപോലെ നിങ്ങളും കച്ചവടം ചെയ്തോ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഗാമയ്ക്ക് എന്ത് വേണം? സ്പെഷ്യൽ കൺസിഡറേഷൻ വേണം. അറബിക് കച്ചവടക്കാരോട് എന്ത് ചെയ്യരുത്, കച്ചവടം ചെയ്യരുത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ റിലീജിയസ് ആയിട്ട് അവർക്ക് ഒട്ടും തന്നെ ക്ഷമയോ ടോളറൻസോ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം എന്തിലേക്ക് നയിച്ചു? സാമൂതിരിയും ഗാമയും തമ്മിലുള്ള സ്ട്രെയിൻഡ് റിലേഷൻസിലേക്ക് എന്ത് ചെയ്തു, നയിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ തുടർന്ന് ചെയ്യുകയാണ്. ഇതിനെ തുടർന്നാണ്
കോഴിക്കോട് നിന്ന് എന്താണ് ഗാമ വിട്ടുപോവുകയും പിന്നെ താഴത്തോട്ട് കൊച്ചിയിലേക്ക്. കൊച്ചി എപ്പോഴും നമുക്കറിയാം, നമ്മളിവിടെ യൂറോപ്യന്മാരുടെ അടിമയാവാൻ പ്രധാന കാരണം എന്താ? നമ്മുടെ രാജാക്കന്മാർക്ക് സത്യം പറഞ്ഞാൽ വലിയ വിവരം ഉണ്ടായിരുന്നില്ല. ഇവർ വിചാരിച്ചു ഈ പോർച്ചുഗീസുകാരെയും ഫ്രഞ്ചുകാരെയും ഡച്ചുകാരെയും ബ്രിട്ടീഷുകാരെയും കൂട്ടുപിടിച്ചിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരെ എന്ത് ചെയ്യാൻ, തോൽപ്പിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ നടന്നത് എന്താണ്? കോഴിക്കോടിനെയും കൊച്ചിയെയും ടിപ്പു സുൽത്താനെയും അപ്പുറത്ത് ഇപ്പുറത്തെ എല്ലാവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർ വേണ്ട രീതിയിൽ മുതലെടുത്തു. കർണാടിക് വാറിൽ ബ്രിട്ടീഷും ഫ്രഞ്ചും അപ്പുറപ്പുള്ളത് സപ്പോർട്ട് ചെയ്തിട്ട് ഇവരെ തമ്മിൽ തല്ലിച്ച് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ അവസാനം എന്ത് ചെയ്തു? ഉള്ളിലോട്ട് കയറി എല്ലാവരെയും കീഴടക്കി. ഇതാണ് എന്ത് ചെയ്തത്? അടിസ്ഥാനപരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പൊ കോഴിക്കോടുമായിട്ട് സാമൂതിരിയുടെ സാമന്തനായിട്ടുള്ള ആളായിരുന്നു കൊച്ചി അല്ലെ. കോഴിക്കോട് സാമൂതിരി കൊച്ചിയെ സാമന്തനായിട്ട് കിടക്കുന്നത്. അതുപോലെ മുകളിൽ ആരുണ്ട്? കോലത്തിരി ഉണ്ട് അല്ലെ. അപ്പൊ കോലത്തിരിക്കും കൊച്ചിക്കും ഒന്നും ആരും ഇഷ്ടമല്ല, സാമൂതിരി ഇഷ്ടമല്ല. അപ്പൊ കോലത്തിരി പോർച്ചുഗീസുകാർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, കൊച്ചി വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു, പുറക്കാട് എന്ത് ചെയ്തു? വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അല്ലെ. ഇവരൊക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഇവരൊക്കെ വളരെ സാധാരണ ഇതിൽ ചെറിയൊരു കാലഘട്ടം മാത്രമേ മുന്നോട്ട് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യുകയാണ്? പോർച്ചുഗീസുകാരും വാസ്കോഡഗാമയും പിന്നെ വന്നവരൊക്കെ കൊച്ചിയുമായിട്ടും കോലത്തിരിയുമായിട്ടും ഒക്കെ പോവും. ഇവിടുന്ന് വേഗത്തിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കയറ്റും. എന്ത് ചെയ്യും? തിരിച്ചവർ പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്തിരുന്നത്. ഇനി ഇത് ഇൻ ഷോർട്ട് കഥ. ഇനി വാസ്കോഡഗാമയുടെ ഡെത്ത്, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാൽ വാസ്കോഡഗാമയുടെ ഡെത്ത് എവിടെ വെച്ചാൽ മരിക്കുന്നത്? ഇദ്ദേഹം ഡിസംബർ 24, 1524 വാസ്കോഡഗാമയുടെ തേർഡ് അറൈവൽ, മൂന്നാമത്തെ തവണ വാസ്കോഡഗാമ വന്ന ആ സമയത്ത് അദ്ദേഹം വൈസ്രോയി ആയിട്ടാണ് വന്നത്. ചോദ്യമാണ് ഇതൊക്കെ, എത്രാമത്തെ വരവിലാണ് വൈസ്രോയി ആയത് എന്നുള്ളതൊക്കെ. 1524 അദ്ദേഹം വൈസ്രോയി ആയിട്ട് വരുന്നു. അദ്ദേഹം പക്ഷേ ഇവിടെ വെച്ചിട്ട് എന്താണ്? അസുഖം, മലേറിയ പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണ്? മരണപ്പെടുകയാണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അതെ, നമ്മുടെ സ്വന്തം കൊച്ചിയിൽ വെച്ചിട്ടാണ് വാസ്കോഡഗാമ എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആദ്യം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോർട്ട് കൊച്ചി കൂടെ നടക്കുമ്പോൾ ഞാൻ അവിടെ പോയിട്ടുള്ളതാണ്. എവിടെയാണ്? സെന്റ് ഫ്രാൻസിസ് ചർച്ച്. നിങ്ങൾ അതിന്റെ ഫോട്ടോ ഒക്കെ ചിലപ്പോൾ ആ ചർച്ചിന്റെ കണ്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ അതിന്റെ മുന്നും കൂടെ പോയിട്ടുണ്ടാവും നിങ്ങൾ പല ആളുകൾ. പക്ഷെ അവിടെയാണ് ഗാമയെ അടക്കം ചെയ്തത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അവിടെ ഇപ്പോഴും ഒരു സ്ഥലം ഇങ്ങനെ ചങ്ങല വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇപ്പുറത്തെ എന്താണ്? 2 കമ്പിയൊക്കെ വെച്ചിട്ട് ചങ്ങല വെച്ചിട്ട് എന്താണ് ഈ സ്ഥലം ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചുറ്റുമായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നത്? ഗാമയുടെ ഭൗതിക ശരീരം പണ്ടുണ്ടായിരുന്നത്. പിന്നീട് 1539 എന്ത് ചെയ്തു? ഇത് ഇവിടെ നിന്ന് എടുക്കുകയും എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിന്റെ സൺ ഉണ്ട്. ഇൻ 1539 ഹിസ് സൺ ഹാഡ് ഹിസ് ഫാദേഴ്സ് റിമെയിൻസ് എക്സ്ഹ്യൂംഡ് ആൻഡ് സെൻഡ് ബാക്ക് ടു പോർച്ചുഗൽ. പോർച്ചുഗലിലെ ലിസ്ബൺ ഉണ്ട്. ലിസ്ബണിലേക്ക് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എന്ത് ചെയ്യുകയാണ്? കൊണ്ടുപോവുകയാണ്. അവിടുത്തെ ഏതാണ്? ജെറോനിമോസ് മൊനാസ്ട്രി ഉണ്ട്, അവിടേക്ക് എന്ത് ചെയ്യുകയാണ്? കൊണ്ടുപോവുകയാണ്. എന്ത് ചെയ്യുകയാണ്? ഹിസ് ടോംബ് വാസ് പ്ലേസ്ഡ് ഇൻ 1880. 880 അദ്ദേഹത്തിന്റെ ടോംബായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ശവകുടീരമായിട്ട് അത് മാറി. വളരെ നല്ല രസമുള്ള ഒരു ചെറിയ എന്നാൽ രസമുള്ളൊരു ടോംബൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെന്ത് ചെയ്യുക? ഓർക്കാൻ. ഈ മൊനാസ്ട്രി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള പോർച്ചുഗീസ് പോയറ്റ് ആയിട്ടുള്ള ലൂയിസ് ഡെ കാമിയോന്റെ ഉൾപ്പെടെയുള്ള എന്താ പറയുക ഒരു എന്താണ് മൊനാസ്ട്രി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഉള്ള ടോംബ് കൂടി ബറിയൽ സൈറ്റൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ലിസ്ബണിലെ സ്ഥലത്താണ് ഇപ്പോൾ വാസ്കോഡഗാമ എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ അവസാന ഉറക്കം ഉറങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റുകളെല്ലാം വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? ഓർക്കുക. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പെറോഡ കോവിൽഹയാണ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വന്നിട്ടുള്ള ആള്. ഡെഡ് ബോഡി ഓഫ് ദ വാസ്കോഡഗാമ ആദ്യം എവിടെയായിരുന്നു? ഇവിടെ തന്നെയാണ് അടക്കിയിരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള വെൽക്കം അല്ല ആർക്ക് ലഭിച്ചത്? വാസ്കോഡഗാമയ്ക്ക് ലഭിച്ചത്. ഓർക്കുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ദ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് ആയിക്കോട്ട വാസ് ബിൽറ്റ് ബൈ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അൽഫോൻസോ ഡെ ആൽബുക്കുർക്കാണ് ഇതിന് സഹായിച്ചത്. ഇവിടെ ഒരു യുദ്ധമൊക്കെ നടന്നു അല്ലെ. ആ യുദ്ധത്തിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വലിയ യുദ്ധം നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിനെ തുടർന്ന് എന്താണ്? പോർച്ചുഗീസുകാർ കൊച്ചിയെ സഹായിക്കുന്നു. അതിനെ തുടർന്ന് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോട്ട കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് അനുവാദം കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. ഇതാണ് ഏത് പേരിൽ? ആയിക്കോട്ട, വൈപ്പിൻ കോട്ട, പള്ളിപ്പുറം കോട്ട അല്ലെ. ഇങ്ങനെ പല പല പേരുകളിൽ ഈ കോട്ട എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. അപ്പൊ പോർച്ചുഗീസുകാരുടെ എന്ന് മാത്രമല്ല, അതെ, പള്ളിപ്പുറം കോട്ട അല്ലെ, ആയിക്കോട്ട, വൈപ്പിൻ കോട്ട, ഇങ്ങനെ പല പല പേരുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് യൂറോപ്യൻ മോണുമെന്റ്. ഇപ്പോൾ എന്താ പറയുക? എന്താ പറയുക? യൂറോപ്യൻ മോണുമെന്റ് ഏറ്റവും ഓൾഡസ്റ്റ് എന്ന് പറയുന്നുണ്ട്. യൂറോപ്യന്മാരുടെ
ഫസ്റ്റ് ഫോർട്ട്, ആദ്യത്തെ കോട്ട, ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട ഏതാണ്? ആയിക്കോട്ടയാണ്. മനസ്സിലാവുണ്ടോ? ആയിക്കോട്ടെ, ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അൽഫോൻസോ ഡെ ആൽബുക്കുർക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇവിടെ പണി കഴിപ്പിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അദ്ദേഹം ആ സമയത്ത് വൈസ്രോയി ആയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ആ സമയത്ത് വൈസ്രോയി ആയിട്ടില്ല. പ്രത്യേകം ഓർക്കുക, അൽമേഡയാണ് ആദ്യം ഇവിടെ വൈസ്രോയി ആവുന്നത്. പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? അൽഫോൻസോ ഡെ ആൽബുക്കുർക്ക്. അതിന് ശേഷമാണ് വൈസ്രോയി. ഇപ്പൊ അദ്ദേഹം എന്താണ്? ഒരു മിലിറ്ററി കമാൻഡർ മാത്രമാണ് 1503 സമയത്ത്. ഓക്കെ, പ്രത്യേകം ഓർക്കുക, അൽഫോൻസോ ഡെ ആൽബുക്കുർക്ക് ഇപ്പൊ വൈസ്രോയി ആയിട്ടില്ല. പ്രത്യേകം ഓർക്കുക, അദ്ദേഹം 1510 9 10 മറ്റാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വൈസ്രോയി ആവുന്നത്. കൃത്യമായ വർഷം എനിക്ക് ഓർമ്മയില്ല. 1505 മുതലാണല്ലോ വൈസ്രോയിമാർ ഇവിടെ വരുന്നത്, പോർച്ചുഗീസുകാരുടെ. ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇദ്ദേഹം പിന്നീട് അദ്ദേഹം വൈസ്രോയി ആയി. അൽഫോൻസോ ഡെ ആൽബുക്കുർക്കാണ് ദ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് എംപയർ എന്നിവിടെ അറിയപ്പെടുന്നത്. അൽമേഡയുടെ കാലഘട്ടത്തിന് ശേഷം പോർച്ചുഗീസ് എംപയർ ഇവിടെ സ്ഥാപിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആരാണ്? അൽഫോൻസോ ഡെ ആൽബുക്കുർക്കാണ്. ഹി വാസ് ദ വൈസ്രോയി ഹു അറ്റാക്ട് കാലിക്കറ്റ്. കാലിക്കറ്റിനെ ആക്രമിച്ച വൈസ്രോയി ആയിരുന്നു. മാർഷൽ കുട്ടീനോയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് കാലിക്കറ്റിനെ ആക്രമിക്കുന്നത്. മാർഷൽ കുട്ടീനോ പക്ഷേ ഈ പോരാട്ടത്തിൽ മരണപ്പെടുന്നുണ്ട്. ഓൾസോ അദ്ദേഹം ലോ ആൻഡ് ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ സ്ട്രിക്റ്റ് ആക്കി നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. സ്കൂളുകൾ തുടങ്ങാനായിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. സതി നിരോധിക്കുന്നുണ്ട്. സങ്കര കോളനി വ്യവസ്ഥ അഥവാ മിക്സ്ഡ് കോളനി സിസ്റ്റം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതൊരു പരാജയമായിരുന്നു അല്ലെ? മിക്സഡ് കോളനി സിസ്റ്റം ഒരു പരാജയമായിരുന്നു. ഇവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള സ്ത്രീകളുമായിട്ട് യൂറോപ്യൻ പോർച്ചുഗീസ് എന്താ പറയുക ഓഫീസർമാരോട് വിവാഹം കഴിക്കാനും ആ രീതിയിൽ ഇവിടെ എന്താണ്? ആ രീതിയിലുള്ള ജനവിഭാഗത്തിനെ സൃഷ്ടിക്കാം, അവർ നമ്മളുടെ കൂടെ നിൽക്കും, അങ്ങനെ എന്താ നമ്മൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ ആയിട്ട് മാറാം എന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്? നമ്മളുടെ ആൾക്കാരും ഇവരും നമ്മളുടെ വ്യത്യാസം ഇല്ലാണ്ടാക്കി. ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ നിങ്ങൾക്ക് പോയാൽ അറിയാം അല്ലെ? അവരുടെ പല ലീനേജിലും എന്താണ് ഇതുപോലെ അവിടെ നിന്ന് സ്പെയിനിൽ നിന്നും പോർച്ചുഗലിൽ നിന്നും പോയ ആളുകളൊക്കെ എന്താണ് അവിടെയുണ്ട്. സ്പാനിഷ് ഭാഷയാണ് സൗത്ത് അമേരിക്കയിൽ, ബ്രസീൽ അതുപോലത്തെ പല സ്ഥലങ്ങളിൽ ആളുകൾ ഒരുപാട് സംസാരിക്കുന്നത്. മെക്സിക്കോ നിങ്ങൾക്കറിയാം അല്ലെ? സ്പാനിഷ് ഭാഷ നിങ്ങൾക്കറിയാം. ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന് ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നത്, പക്ഷെ അതൊക്കെ പരാജയപ്പെടുകയാണ് പിന്നീട് ചെയ്യുന്നത്. അപ്പോൾ ആൽബുക്കുർക്ക്, അൽമേഡ അല്ലെ, നിനോഡ കുൻഹ, ഇവരെയൊക്കെ കുറിച്ച് എന്ത് ചെയ്യുക? ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെ. റൈറ്റ്, അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ ഈസ് ഓർ ആർ ട്രൂ? The first European school in India was established by the Portuguese in Kochi. First statement. The Cartas system was introduced as part of Blue Water Policy by De Almeida. അപ്പോൾ ആൽമേഡയുടെ കാർട്ട സംവിധാനം നീലജല നയത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ സ്കൂൾ കൊച്ചിയിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചു. 2 സ്റ്റേറ്റ്മെന്റുകളാണ്. നോക്കാം. കാർട്ടസ് സിസ്റ്റം എന്തായിരുന്നു? അതായത് പോർച്ചുഗീസുകാർ ഒരു മാരിടൈം ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യും, ഒരു കടലാസ് കൊടുക്കും. മനസ്സിലാണോ? പോർച്ചുഗീസുകാർ കൊടുക്കണത് മനസ്സിലാവുന്നുണ്ടോ? ദിസ് എന്തിനാ? ടു കൺട്രോൾ ആൻഡ് ടാക്സ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനിൽ കൂടെ പോകുന്ന കപ്പലുകൾ ഇത് കാണിക്കണം, ഈ എന്താണ് കടലാസ് കാണിക്കണം. 16-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവങ്ങളാണ് ഇത്. എന്തിനു വേണ്ടിയിട്ടാ? ഗവർണറായിട്ടുള്ള ഫ്രാൻസിസ്കോ ഡെ ആൽമേഡ അദ്ദേഹം ഒരു ബ്ലൂ വാട്ടർ പോളിസി, അതായത് കടൽ, ഇന്ത്യൻ ഓഷ്യൻ നമ്മുടെ കയ്യിലിരുന്നാൽ ഇന്ത്യ നമ്മുടെ കയ്യിലിരിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കണം. പിന്നീട് ബ്രിട്ടീഷുകാരത് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നമുക്കത് വീണ്ടും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇപ്പോൾ സൗത്ത് ചൈന സീക്ക് വേണ്ടി എന്തിനാണ് ചൈന ഇങ്ങനെ കടന്ന് പോരാടുന്നത്, എല്ലാവരെയും വെറുപ്പിക്കുന്നത്? സൗത്ത് ചൈന സീ കയ്യിലുണ്ടായാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടുത്തെ കച്ചവടം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അവിടുത്തെ ഭൂവിഭവങ്ങൾ അല്ലെ, അടിയിൽ നിന്ന് പെട്രോളും മറ്റും എന്താ പറയുക ഇമ്പോർട്ടൻറ്റ് റിസോഴ്സസ് ചിലപ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവും. അപ്പോൾ ഈ സൗത്ത് ചൈന സീ ചൈനയ്ക്ക് വേണമെന്ന് പറയാൻ കാരണം എന്താ? അത് കൺട്രോൾ ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ? ട്രേഡ് കൺട്രോളിൽ നിൽക്കുന്നുള്ളൂ. ഇതുപോലെ തന്നെ ബ്ലൂ വാട്ടർ പോളിസി എന്തായിരുന്നു? വെള്ളം നമ്മുടെ കൺട്രോളിൽ, കടൽ നമ്മുടെ കൺട്രോളിൽ വേണം. ഇതാണ് ഫ്രാൻസിസ്കോ ഡെ ആൽമേഡ എന്തെങ്കിലും ചെയ്യുന്നത്. ഇതിന്റെ ഒരു നെക്സ്റ്റ് കാര്യം എന്താ? ഇതിന് കൂടെ പോകുന്ന എല്ലാ കപ്പലുകളും, പ്രത്യേകിച്ച് ഇത് ഉദ്ദേശിച്ചിരുന്ന കപ്പലുകൾ ആ കാലത്ത് ആരായിരുന്നു? അറേബ്യൻ കപ്പലുകൾ. മനസ്സിലാവുണ്ടോ? അറബിക് കപ്പലുകൾ എല്ലാവരും ടാക്സ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ആക്രമിക്കും, അതിലെല്ലാവരെയും കൊല്ലും, മുക്കും, കപ്പൽ മുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ സിസ്റ്റമാണ് കാർട്ടസ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടായിരുന്നത്. ദീസ് പെർമിറ്റ്സ് വെർ റിക്വയർഡ് ഫോർ ഇന്ത്യൻ ആൻഡ് അറബ് ഷിപ്സ്. മനസ്സിലാവുണ്ടോ? ഇന്ത്യൻ അറബ് ഷിപ്പുകൾക്ക് ഇത് വേണം, യൂറോപ്യൻ അല്ല അവിടെ പറയുന്നത്. വിത്ത് നോൺ കംപ്ലയൻറ്റ് വെസൽസ് ഫേസിങ് സീഷർ ആൻഡ് കോൺഫിസ്കേഷൻ. അല്ലാത്തവയൊക്കെ പിടിച്ചെടുക്കും, ചിലതൊക്കെ കത്തിച്ചിട്ടുണ്ട്. ദ സിസ്റ്റം ജനറേറ്റഡ് റവന്യൂ ഫോർ പോർച്ചുഗീസ്. പോർച്ചുഗീസർക്ക് ഇത് റവന്യൂ ഉണ്ടാക്കി കൊടുത്തു. ഓൾസോ ഇറ്റ് ഹെൽപ് മെയിൻറ്റെയിൻ ദെയർ ഡൊമിനൻസ് ഓവർ കീ മാരിടൈം റൂട്ട്സ്. നോക്കൂ, ഇത് 2 കാര്യങ്ങളാണ്. ഒന്ന്, പൈസ കിട്ടി, ടാക്സ് എന്ന് പൈസ കിട്ടുന്നുണ്ടെന്ന് അറിയാം. രണ്ടാമത്, ഞങ്ങളാണ് ഇവിടുത്തെ ആൾക്കാർ എന്ന് വിളിച്ചു പറയുന്ന ഒരു രീതി കൂടിയായിരുന്നു ഈ കാർട്ട സിസ്റ്റം. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി യൂറോപ്യൻ സ്കൂള്. ഫസ്റ്റ് യൂറോപ്യൻ സ്കൂൾ ഇൻ ഇന്ത്യ വാസ്
ഏതായിരുന്നു? കോളേജ് ഓഫ് സെന്റ് പോൾ ആയിരുന്നു. അത് ഗോവയിലാണ്, കൊച്ചിയിലല്ല എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇൻ 1542 ബൈ ജെസ്യൂയിറ്റ്സ് ഓഫ് പോർച്ചുഗൽ ആണ് ചെയ്യുന്നത് ഇത് തുടങ്ങുന്നത്. മനസ്സിലാവുണ്ടോ? ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് യൂറോപ്യൻ കോളേജ് സിസ്റ്റം ആൻഡ് ബുക്ക് പ്രിന്റിംഗ്, കണ്ടോ, ബുക്ക് പ്രിന്റിംഗ് ടു ഇന്ത്യ ആൻഡ് ടോട്ട് എ വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് ഫ്രീ ഓഫ് ചാർജ്. ഓക്കെ, പോർച്ചുഗീസുകാർക്ക് എപ്പോഴും മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കൽ എന്നത് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അത് മാത്രമല്ല, മറ്റ് സബ്ജക്റ്റുകളും ഇതിൻ്റെ ഒപ്പം പഠിപ്പിച്ചു. ബുക്ക് പ്രിന്റിംഗ് എന്നുള്ളൊരു രീതി ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുമുണ്ട് എന്ന് ഓർക്കാൻ ശ്രദ്ധിക്കുക. ഫാക്ടുകൾ മനസ്സിലായല്ലോ? ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. Then the Treaty of Mavelikara, the Treaty of Mavelikara is associated with എന്നാണ് ചോദ്യം. The Treaty of Mavelikara is associated with എന്നതാണ് ചോദ്യം. Treaty of Mavelikara എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതാണ് ചോദ്യം വരുന്നത്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തുമായിട്ടാണ് ട്രീറ്റി ഓഫ് മാവേലിക്കര ബന്ധപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം. ട്രീറ്റി ഓഫ് മാവേലിക്കര ആര് തമ്മിലാണ് എന്നറിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും അല്ലെ? ട്രീറ്റി ഓഫ് മാവേലിക്കര ആരാണ്? ഇതാണ് അറിയേണ്ടത് നിങ്ങൾക്ക്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്നൊരൊറ്റ കാര്യം നിങ്ങൾക്ക് ട്രീറ്റി ഓഫ് മാവേലിക്കര അറിയുമെന്നുണ്ടെങ്കിൽ ആരൊക്കെയായിരുന്നു? മഹാരാജ മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ അല്ലേ? എപ്പോഴാണ്? 1753. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഏതാണ്? ബാറ്റിൽ ഓഫ് കുളച്ചൽ അല്ലെ? കുളച്ചൽ യുദ്ധം 1741 അല്ലെ? അത് വളരെ കൃത്യമായിട്ട് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നത്? ബേസിക്കലി ഡച്ചുകാരുടെ പതനം ഏതാണ്? ഡച്ചുകാരുടെ പതനം നമ്മൾ കാണുന്നത് ഈ സമയത്താണ്. ഡച്ചുകാരുടെ പതനം നമ്മൾ കാണുന്നത് ട്രീറ്റി ഓഫ് മാവേലിക്കരയിലൂടെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത്? വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യുന്നത്? നമുക്ക് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഓർക്കണം. കാരണം ഈ ഒരു സിംഗിൾ ട്രീറ്റി എന്ന് പറയുന്നത് ഡച്ചുകാരെ എന്ത് ചെയ്യുകയാണ്? ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ശക്തി ഒരു രാജാവ് എന്ത് ചെയ്യുന്നു? ഒരു യൂറോപ്യൻ പവറിനെ തോൽപ്പിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? 1741 കുളച്ചലിൽ വെച്ച് നടക്കുന്ന യുദ്ധത്തിൽ എന്ത് ചെയ്യുകയാണ്? ഒരു ഇന്ത്യൻ ശക്തി ഒരു യൂറോപ്യൻ പവറിനെ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും എന്ത് ചെയ്യുന്നു? തോൽപ്പിക്കുന്നത് ആദ്യമായിട്ട് എന്താണ്? ഇവിടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്തിലേക്ക് നയിക്കുന്നു? മാവേലിക്കര ട്രീറ്റി എന്ത് ചെയ്യുകയാണ്? ട്രീറ്റി ഓഫ് മാവേലിക്കര സന്ധി ഉടമ്പടി എന്താണ്? മഹാരാജാവ് മാർത്താണ്ഡവർമ്മ 753 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒപ്പിടുകയാണ്. എവിടെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്? മാവേലിക്കരയിൽ വെച്ച്. അതുകൊണ്ടാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ട്രീറ്റിയിൽ എന്താണ്? നമ്മൾ വരികയാണ്, ഡച്ചുകാർ വരികയാണ്. പീസ്, നോൺ അഗ്രഷൻ, ഇതൊക്കെ എന്താണ്? ട്രേഡ്, ഇതൊക്കെ എന്ത് ചെയ്യണം? ഒന്നിച്ച് ചെയ്യാം, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് ചെയ്യുന്നു നമ്മൾ അല്ലെ? അതുപോലെ തന്നെ എന്താണ്? ട്രാവൻകൂർ ഇനി എന്ത് ചെയ്യും? ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യും ടെറിട്ടറി. അതിലൊന്നും ആരിടപെടില്ല? ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇടപെടില്ല എന്നൊക്കെ പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, റെസ്ട്രിക്ഷൻ ഓഫ് എയ്ഡിങ് എനിമീസിനെ ആരും എന്താണ് ഹെൽപ്പ് ചെയ്യില്ല, ട്രേഡ് അഗ്രിമെന്റുകൾ വളരെ കൃത്യമായിട്ട് എന്താണ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മിലിറ്ററി സപ്ലൈസ്, ഇതുമായി ബന്ധപ്പെട്ട ഡേറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വരുന്ന ഒരു ട്രീറ്റി ആയിരുന്നു ഇവിടെ വരുന്നത്. ഇപ്പൊ മഹാരാജ മാർത്താണ്ഡവർമ്മ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1753, ആഫ്റ്റർ മാത്ത് ഓഫ് കുളച്ചൽ വാർ എന്നീ കാര്യങ്ങൾ ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? റൈറ്റ്. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? The French left India in 1954. The Treaty of Paris in 1763 resulted in France ceding its North American territories to Great Britain and ending the foreign military threat to the British colonies. The Battle of Vandy Wash between the French and the British was a crucial battle during the Second Carnatic War. നോക്കൂ, ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയാവുന്നൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിനെയും അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. ആദ്യം ബാറ്റിൽ ഓഫ് വാൻഡി വാഷ് നോക്കാം നമുക്ക്. ബാറ്റിൽ ഓഫ് വാൻഡി വാഷ് അടിസ്ഥാനപരമായിട്ട് തേർഡ് കർണാടിക് വാറിൽ, അതായത് കർണാടിക് വാർസിന്റെ അവസാന കർണാടിക് വാറിൽ, 3 കർണാടിക് വാർസിന്റെ തേർഡ് കർണാടിക് വാറിലാണ് ഇത് നടന്നിട്ടുള്ളത്. 760 സെക്കൻഡ് കർണാടിക് വാറിന്റെ സമയത്തല്ല എന്നെന്ത് ചെയ്യുക? പ്രത്യേകം ഓർക്കുക. അപ്പൊ ഇത് സെക്കൻഡ് കർണാടിക് വാർ ഇതിൽ പറയുന്നുണ്ട് അല്ലെ? സെക്കൻഡ് കർണാടിക്. അപ്പൊ 3 തെറ്റാണ്. 3 തെറ്റിയാൽ 1 and 3 പോയി, 2 and 3 പോയി, 1, 2 and 3 പോയി. ഉത്തരവും കിട്ടി. ഓക്കെ, പ്രശ്നം വിട്ടു. അപ്പോൾ ഓക്കെ, ഉത്തരം അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി കഥ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു കർണാടിക് വാറുകൾ? ബ്രിട്ടീഷുകാരൊരു സൈഡിലും ഫ്രഞ്ചുകാരൊരു സൈഡിലും നിന്നിട്ട് നടത്തിയിട്ടുള്ള ഇന്ത്യൻ രാജാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇവർ ഓരോരുത്തരുടെ സൈഡ് പിടിക്കും. ഓക്കെ, മൊത്തം കഥ പറയാൻ സമയമില്ല. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇവരെയും തമ്മിൽ തല്ലിക്കും.
ഇവർ തമ്മിൽ തല്ലിക്കും, ഇവരൊക്കെ തമ്മിൽ തല്ലിക്കോളും, ഇവരെന്ത് ചെയ്യും, ഓരോ രണ്ട് കൂട്ടരെ ഹെൽപ്പ് ചെയ്യും. യുദ്ധം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ ആൾക്കാർ ബ്രിട്ടീഷുകാരോട്, ഇപ്പുറത്തെ കൂട്ടർ ഫ്രഞ്ചുകാരോട് എന്തായിരിക്കും, ഇൻഡെപ്റ്റഡ് ആയിരിക്കും. കാരണം ഇവരായിരിക്കും പൈസ, അതായത് അവസാനം ബില്ല് കൊടുക്കും. വെറുതെ പോയിട്ട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതല്ല, അവസാനം ബില്ല് കൊടുക്കും. ഇത്ര പൈസ ഒരുമിച്ച് കൊടുക്കാൻ അവർക്ക് പറ്റില്ല. അപ്പം എന്ത് ചെയ്യും, കച്ചവടത്തിനായിട്ടുള്ള കുറേ അധികം എന്താ പറയുക എക്സ്ട്രാ അനുവാദങ്ങൾ, ചില ഏരിയാസിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അനുവാദങ്ങളൊക്കെ ഇവർക്ക് എന്ത് ചെയ്യും, ഇവർക്ക് കൊടുക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ മണ്ടത്തരം കാണിച്ച് അപ്പം ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, വലിയ വലിയ കടങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പോയതായിരുന്നു നമ്മുടെ രാജാക്കന്മാർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ നടന്നിട്ടുള്ള എന്താ പറയുക വിവിധ ആളുകളുടെ ഒപ്പം പെട്ടിട്ട് എന്താ പറയുക സൈഡിൽ കൊടുത്തിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇൻഡയറക്ട്ലി ഇവിടുത്തെ രാജാക്കന്മാരെ മുൻനിർത്തിക്കൊണ്ട് തമ്മിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയാണ് കർണാടിക് വാറുകൾ എന്ന് പറയുന്നത്. ഫൈനലി തേർഡ് കർണാടിക് വാറിൽ എന്ത് ചെയ്യുകയാണ്, ബ്രിട്ടീഷുകാർ ഡിസൈസീവായിട്ട് ജയിക്കുന്നു. ഈ ബാറ്റിൽ ഓഫ് വാൻഡി വാഷ് ആ രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു യുദ്ധമായിരുന്നു. 760 ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരുടെ ഇവിടുത്തെ മേൽക്കോയ്മ ഇല്ലാണ്ടാക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ബ്രിട്ടീഷ് വിക്ടറി അവിടെ സംഭവിക്കുകയാണ്. ഇത് ഫ്രഞ്ച് ഡൊമിനൻസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ടെറിട്ടറികളിലൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു തീരുമാനം ഉണ്ടാക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ബ്രിട്ടീഷ് ഫോഴ്സുകൾ സർ എയർകൂട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് പേരാണ്, സർ എയർകൂട്ട് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോമറ്റ് ആയിരുന്നു, ഡേ ലാലി ഉണ്ട്. ആരാണ്? കോംറ്റെ ഡേ ലാലി ഉണ്ട്, ഫ്രഞ്ച് ജനറൽ ആയിരുന്നു. ഇദ്ദേഹത്തിനെ വാൻഡി വാഷിൽ വെച്ച് എന്ത് ചെയ്യുന്നു, പരാജയപ്പെടുത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം പിന്നീട് ലാലിയൊക്കെ എനിക്ക് തോന്നുന്നു ഫ്രാൻസിലേക്ക് തിരിച്ചെത്തുന്നു. അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള, വളരെ ധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് നടത്തുന്നത്. എന്നിട്ട് പോലും അവിടെ എത്തിയിട്ട് ഫ്രഞ്ചിൽ ഇദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയോ എന്തോ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫ്രഞ്ചുകാർക്ക് തങ്ങളുടെ ഇവിടുത്തെ പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള എല്ലാം നഷ്ടപ്പെടുന്നു. 1761 എന്ത് ചെയ്യുകയാണ്, പോണ്ടിച്ചേരി ഉൾപ്പെടെ ഒക്കെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് എല്ലാം മാറുകയാണ്. ഇതിനുശേഷം ഇതേ സമയത്ത് യൂറോപ്പിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഒരു 7 years വാർ നടക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് 1763 അവസാനിപ്പിക്കുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് പാരീസ്. 1763 യൂറോപ്പിൽ ഈ 7 years വാർ അവസാനിക്കുകയും ട്രീറ്റി ഓഫ് പാരീസ് ഒപ്പിടുകയും ചെയ്യുകയാണ്. ഇത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിലുള്ള ഒരു ഗ്ലോബൽ ഫൈറ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ കോളനികൾ ഇന്ത്യയിലുണ്ട്. അമേരിക്ക ആ കാലത്ത് എന്താണ്, ബ്രിട്ടീഷ് കോളനിയാണ്. കാനഡയുടെ ഭാഗം ഫ്രാൻസിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലങ്ങൾ വെച്ച് മാറിയിട്ട് ഒരു സമാധാന ഉടമ്പടി എന്ത് ചെയ്യുന്നു, ഒപ്പിടുകയാണ്. അപ്പോൾ ബ്രിട്ടൻ ഗെയിൻഡ് എക്സ്റ്റെൻസീവ് ഫ്രഞ്ച് ടെറിട്ടറീസ് ഇൻ നോർത്ത് അമേരിക്ക. കാനഡ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ, മനസ്സിലായി, ഈസ്റ്റ് ഓഫ് മിസിസിപ്പി റിവർ കിടക്കുന്ന ഒരുപാട് ഫ്രഞ്ച് ഏരിയാസ് എന്ത് ചെയ്യുന്നു, കാനഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയാണ്. ഫ്രാൻസിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ പോകും. ഓൾമോസ്റ്റ് ഓൾ നോർത്ത് അമേരിക്കയിൽ കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ബ്രിട്ടൻ എന്ത് ചെയ്യും, എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എന്താ പറയുക, അതായത് ഫിഷിംഗ് റൈറ്റ്സ്, ന്യൂ ഫോൺലാൻഡ് ഏറ്റവും അധികം എന്താണ്, ഫിഷിംഗ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ന്യൂ ഫോൺലാൻഡ്. കാനഡയുടെയൊക്കെ ഈസ്റ്റേൺ മേഖലയിൽ കിടക്കുന്ന സ്ഥലമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ ചില ഭാഗങ്ങളല്ലാണ്ട് എല്ലാം ബ്രിട്ടൻ്റെ കയ്യിലേക്ക് എന്ത് ചെയ്യും, പോവും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ സ്പെയിൻ വിച്ച് ഹാഡ് ജോയിൻ ദ വാർ വിത്ത് ഫ്രാൻസ് സീഡഡ് ഫ്ലോറിഡ എന്ത് ചെയ്യും, ബ്രിട്ടന് കൊടുക്കേണ്ടി വരും. കാരണം സ്പെയിൻ ഫ്രാൻസിനെ എന്ത് ചെയ്യും, സഹായിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ലൂസിയാന ടെറിട്ടറി എന്ത് ചെയ്യും, ഫ്രാൻസിൽ നിന്ന് ഇതിന് പകരമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഗ്ലോബലി ഇതെന്താണ്, ഒരു പവർ ഷിഫ്റ്റ് കൊണ്ടുവരികയാണ്. ബ്രിട്ടനാണ് നേതാക്കന്മാർ, ബ്രിട്ടനാണ് എന്ത് ചെയ്യുന്നത്, ലോകത്തിൻ്റെ പുതിയ പവർ എന്ന് ഉറപ്പിക്കുകയാണ്. ഫ്രാൻസ് എന്ത് ചെയ്യുകയാണ്, പരാജയപ്പെടുന്ന ഒരു ട്രീറ്റി കൂടിയാണ് ഈ ഒരു ട്രീറ്റി ഓഫ് പാരീസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അനുരണനങ്ങൾ എവിടെ വരുന്നുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട് അല്ലേ. ഇന്ത്യയിൽ ബാക്കിയുള്ള സ്ഥലം മാഹി ഉൾപ്പെടെ, യാനം, കാരൈക്കുടി, അതുപോലെ തന്നെ പോണ്ടിച്ചേരി, ഇവിടെയൊക്കെ ഫ്രഞ്ചുകാർക്ക് ഇനി കോളനി നടത്താം, കച്ചവടം നടത്താം. പക്ഷേ ബ്രിട്ടീഷുകാരായിരിക്കും ഇവിടുത്തെ ബോസ് എന്ത് ചെയ്യാണ്, തീരുമാനിക്കപ്പെടുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ട്രീറ്റി ഓഫ് പാരീസ്, വാൻഡി വാഷ് വാർ, കർണാടിക് വാർ, ഇതിനൊക്കെ എവിടെയും എഫക്റ്റ് ഉണ്ടായിരുന്നു. കേരളത്തിലും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഈ രീതിയിൽ ചരിത്രപരമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡർഡ് ആസ് മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ? ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നതാണ് ചോദ്യം. ഏതാണ്? ഒരു സംശയമില്ലല്ലോ, ഒരുപാട് തവണ പഠിച്ചിട്ടുള്ള കാര്യമാണ്. വുഡ്സ് ഡിസ്പാച്ച്. അതാണ് വുഡ്സ് ഡിസ്പാച്ച്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ refers to the Woods Dispatch of 1854, a comprehensive policy document sent by the British East India Company to India that significantly shaped the modern Indian education. modern Indian education, അതായത് ഇംഗ്ലീഷിലും വെർണക്കുലർ ലാംഗ്വേജിലുമുള്ള എഡ്യൂക്കേഷൻ്റെ പ്രൊമോഷൻ അല്ലേ, യൂണിവേഴ്സിറ്റീസിൻ്റെ വരവ് അല്ലേ, മേജർ നമുക്കറിയാം 3 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ 1857 3 പ്രധാനപ്പെട്ട പ്രൊവിൻസുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകൾ വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ വുഡ്സ് ഡിസ്പാച്ചിൻ്റെ വർഷം 854 857 രണ്ടും തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക നിങ്ങൾ, മനസ്സിലാണോ? കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ വുഡ്സ് ഡിസ്പാച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തെടുക്കലാണ് ഇവിടുത്തെ ഉദ്ദേശം. അടുത്ത ചോദ്യം നോക്കൂ.
അഞ്ച്തിങ് റിവോൾട്ട് അല്ലെ 1697 അഞ്ച്തിങ് റിവോൾട്ട് വാസ് സക്സസ്ഫുൾ റിവോൾട്ട് ഇൻ കേരള അഗൈൻസ്റ്റ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വിജയകരമായിട്ടുള്ള റിവോൾട്ടാണ് അഞ്ച്തിങ് റിവോൾട്ട് 1697 എന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് ദ ട്രീറ്റി ഓഫ് വേണാട് വാസ് സൈൻഡ് ആഫ്റ്റർ ആറ്റിങ്ങൽ റിവോൾട്ട് ഓഫ് 1721. 1721 ആറ്റിങ്ങൽ റിവോൾട്ടിന്റെ പരിണിത ഫലമായിട്ട് ഒപ്പിട്ട എന്താ പറയുക ഉടമ്പടിയാണ് ട്രീറ്റി ഓഫ് വേണാട് എന്ന് അടുത്തത് പറയുന്നു. എന്താണ് തോന്നുന്നത് നിങ്ങൾക്ക്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്കറിയാം അല്ലെ. അഞ്ച്തിങ് റിവോൾട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന ഒരു എന്താ പറയുക ഇറ്റ് വാസ് കൈൻഡ് ഓഫ് എന്താ പറയുന്നത് ഒരു ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്നിട്ടുള്ള ഒരു ആദ്യഘട്ടത്തിലുള്ള എന്താ പറയുക ഒരു റിബൽസിന്റെ സൈഡിൽ നിന്ന് വന്നൊരു റിയാക്ഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. ഇത് ആക്ച്വലി ബ്രിട്ടീഷുകാർക്ക് ആദ്യം ഓടേണ്ടി വരും. മനസ്സിലാണ്? ബ്രിട്ടീഷ് മിലിറ്ററി പവർ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഒന്ന് പോകേണ്ടി വരും. പക്ഷെ പിന്നീട് സുപ്പീരിയർ ആയിട്ടുള്ള എക്സ്ട്രാ എന്താ പറയുക ഫോഴ്സ് ഗോവയിൽ നിന്നും മറ്റ് പല സ്ഥലത്തു നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കൊച്ചിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ അഞ്ച്തിങ്ങിന്റെ എഗെയിൻസ്റ്റ് ആയിരുന്ന റിബൽസിനെയൊക്കെ അവർ ഓടിച്ചു വിടുന്നുണ്ട്. പക്ഷെ ഇത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് എന്ത് ചെയ്തു, ഒരു ഫൈറ്റ് വന്നു. അഞ്ച്തിങ് റിവോൾട്ട് ബ്രിട്ടീഷുകാരുടെ ആർമി വന്നിട്ട് ഇവരൊക്കെ ഓടിച്ചു. സോ ഇറ്റ് വാസ് നോട്ട് എ സക്സസ്ഫുൾ വൺ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അപ്പം മനസ്സിലായി. ഇനി ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർക്ക് ഒരു കഴിവുണ്ട്. എന്താ കഴിവ്? അവർ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാൽ അതിനെ മറികടക്കും. ആ മറികടന്നിട്ട് നെഗറ്റീവ് സിറ്റുവേഷൻ്റെ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും മെച്ചപ്പെട്ടൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് അവർ നോക്കും. എന്ത് ചെയ്തു? റാണി ഓഫ് ആറ്റിങ്ങലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്രയും നഷ്ടം ഉണ്ടായി, ഞങ്ങളെ ആക്രമിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇവർ ആർമിയായിട്ട് വന്നിട്ട് ഇവരെയൊക്കെ അടിച്ചോടിച്ചിരിക്കുക. അപ്പോൾ ഒരു ആർമിയാണ് നിൽക്കുന്നത് പുറത്ത്. മനസ്സിലാവുന്നുണ്ടോ? അവരോട് എന്ത് പറയുകയാണ്? കോമ്പൻസേഷൻ തരണം. ഒപ്പം എന്തും കൂടി തരണം, ഗ്രാൻറ്റിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എ പെപ്പർ മോണോപ്പൊളി. ഇനി കുരുമുളകിന്റെ വില അവർ നിശ്ചയിക്കും. കുരുമുളക് കമ്പനിക്ക് മാത്രം വിൽക്കണം. കമ്പനി എന്ത് ചെയ്യും? ഇത് കൊണ്ടിട്ട് വിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്ത് ചെയ്തു? റാണി സമ്മതിക്കുന്നു. ശേഷം എന്ത് സംഭവിക്കുകയാണ്? കംപ്ലീറ്റ്ലി എന്നുള്ള തരത്തിലല്ല, ഒരു എമൗണ്ട് അവർ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. പിന്നീട് അടുത്ത ഇഷ്യൂ വരുന്നത് എന്താ വെച്ചാൽ, നോക്കൂ, പിന്നീട് മാർത്താണ്ഡവർമ്മയൊക്കെ ചൊടിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ. കാരണം റാണി ഓഫ് ആറ്റിങ്ങൽ ആക്ച്വലി എന്താണ്, തിരുവിതാംകൂറിന്റെ ഭാഗമാണ് അല്ലെ. പക്ഷെ റാണി ഒറ്റയ്ക്ക് ഒരു സ്ഥലം കൊടുക്കുകയാണ് അവർക്ക് അല്ലെ. എന്ത് കെട്ടാൻ, ഫാക്ടറി കെട്ടാൻ കോട്ടയാവുന്നു. പിന്നീട് എന്താണ്, ഇവർക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണ്, സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നു. അവർക്ക് കച്ചവടം, അവർക്ക് തോന്നിയ റേറ്റിൽ കച്ചവടം നടത്താൻ പറ്റുന്നു. അപ്പോൾ ഒബ്വിയസ്ലി പിന്നീട് മാർത്താണ്ഡവർമ്മ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനൊരു റാണി തൻ്റെ രാജ്യത്തിനുള്ളിൽ വേറൊരു രാജ്യമായിട്ട് റാണി ഇരുന്നാൽ, റാണി സ്വന്തമായി തീരുമാനമെടുത്തിട്ട് ഓരോരുത്തർക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രാജാവിന് എന്താണ് ചെയ്യാൻ പറ്റുക? രാജാവായിരിക്കുന്ന തലവേദനകളൊക്കെ എന്ത് ചെയ്യേണ്ടത്, ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും റാണി ഇത് ചെയ്യുന്നു. അത് പിന്നെയും ജനങ്ങളെ വല്ലാണ്ട് രോഷാകുലരാക്കുന്നുണ്ട്, കച്ചവടക്കാരെ പ്രത്യേകിച്ച് രോഷാകുലരാക്കുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ആറ്റിങ്ങൽ റിവോൾട്ട് നടക്കുന്നത് അല്ലെ. 1721 റാണിയെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, വില്യം ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ അല്ലെ. ആരായിരുന്നു ഈ പേര്? എന്ത് ചെയ്യുക, എപ്പോഴും ഓർത്ത് വെക്കുക, ഗിഫോർഡ്. വില്യം ഗിഫോർഡ് എന്ന് പറയുന്ന ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് നേതൃത്വത്തിൽ 140ഓളം ബ്രിട്ടീഷുകാർ റാണിക്ക് കാഴ്ചവസ്തുക്കൾ കൊടുക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ കൊടുത്തോളാം, ഞങ്ങളാണ് രാജ്ഞിക്ക് കാഴ്ചവസ്തുക്കൾ കൊടുക്കുന്നത്. ലോക്കൽസ് ഒരു കാരണം ഉണ്ടാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 140 ബ്രിട്ടീഷുകാർ മരണപ്പെടും ഈ അറ്റാക്കിൽ അല്ലെ. ഈ ഗിഫോർഡ് ഉൾപ്പെടെയുള്ള എല്ലാവരും മരണപ്പെടുകയാണ് 1721. ബ്രിട്ടീഷുകാർ വരും, ബ്രിട്ടീഷുകാർ ഇതിനെ അടിച്ചമർത്തും. പക്ഷേ എന്താണ്, ഇതെന്ത് ചെയ്യുകയാണ്, ഈ ആറ്റിങ്ങൽ റിവോൾട്ട് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ആദ്യമായിട്ട് ബ്രിട്ടീഷ് അതോറിറ്റിക്കെതിരായിട്ട് നടന്നിട്ടുള്ള, മലബാറിൽ നടന്ന ഒരു ആക്രമണം, കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ നമ്മൾ കാണുന്നുണ്ട്. മേ ബി വേണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ആദ്യത്തെ ഒരു റിവോൾട്ടായിട്ട് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. ഇനി ദ മെയിൻ റീസൺ ബിഹൈൻഡ് ദ റിസെന്റ്മെന്റ് വാസ് ദ ലാർജ് സ്കെയിൽ കറപ്ഷൻ ആൻഡ് ദ മാനിപ്പുലേഷൻ ഓഫ് ബ്ലാക്ക് പെപ്പർ പ്രൈസസ് ബൈ ദ കമ്പനി. കമ്പനി എന്ത് ചെയ്യും, കമ്പനിക്ക് പറ്റിയ രീതിയിൽ, അതായത് കമ്പനി വളരെ കുറഞ്ഞ വിലയെ ഇവർക്ക് കൊടുക്കുള്ളൂ, പക്ഷെ ഹൈ എന്താ പറയുക എമൗണ്ടിൽ എന്ത് ചെയ്യും, ഇതിനെ വിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊക്കെതിരായിട്ട് നടന്നിട്ടുള്ള എന്താ പറയുക ഒരു പ്രതികരണമായിരുന്നു ഇത്. പക്ഷെ ഇതൊരു ശീലമാകുമെന്നും ഇത് മുൻകൂടി കാണാനുള്ള ഒരു ബുദ്ധി പലപ്പോഴും ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്ത് ചെയ്യുകയാണ്, ഇതിനെ തുടർന്ന് ഇത് എന്തിലേക്ക്, ഈ 1771 ഈ ഇഷ്യൂ നടക്കും. അതിനുശേഷം എന്ത് നടക്കുകയാണ്, എന്തിലേക്ക് നയിക്കുകയാണ്, ട്രീറ്റി ഓഫ് വേണാട്. 1723 ട്രീറ്റി ഓഫ് വേണാട് വരികയാണ്. ഈ ട്രീറ്റി ഓഫ് വേണാടിൽ ഒപ്പിടുന്നത് ആരാണ്? പ്രിൻസ് മാർത്താണ്ഡവർമ്മ. നോക്കൂ, അദ്ദേഹം മഹാരാജാവ് ആയിട്ടില്ല. പ്രിൻസ് മാർത്താണ്ഡവർമ്മയാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ തിരുവിതാംകൂറിന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഒപ്പിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാർത്താണ്ഡവർമ്മ ആ സമയം മുതൽ പഠിച്ചു തുടങ്ങുന്നുണ്ട് ഇംഗ്ലീഷുകാർ. എന്നിട്ട് മാർത്താണ്ഡവർമ്മ വളരെ കൃത്യമായിട്ട് തന്റെ പിന്നീട് വരാൻ പോകുന്ന ആളുകളോട് പറയുന്നുണ്ട്, ഇംഗ്ലീഷുകാരുമായിട്ട് യുദ്ധത്തിന് പോകരുത്, വളരെ സൂക്ഷിച്ച് വേണം അവരെ ഡീൽ ചെയ്യാനെന്ന് വ്യക്തമായ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഇത് കൃത്യമായി അനുസരിച്ചിട്ടാണ് തിരുവിതാംകൂറിലെ പിന്നീടുള്ള രാജാക്കന്മാരും രാജ്ഞിമാരും എന്ത് ചെയ്യുന്നത്, നാട് വാഴുന്നതും. അവരെന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരെ ഡീൽ ചെയ്തിട്ട് അവർ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പിന്നീട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ,
വിച്ച് റൂളർ വാസ് ഓൾസോ നോൺ ആസ് പുരളിച്ചെമ്മൻ? അറിയാലോ, സംശയങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വിചാരിക്കുന്നു. ആരാണ്? പഴശ്ശിരാജ. ഓക്കെ, പുരളീശൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ആസ് എ റൂളർ ഓഫ് കോട്ടയം. ഈ കോട്ടയം നമ്മുടെ തെക്കുള്ള കോട്ടയമല്ല, കോട്ടയം രാജവംശം വയനാട് ആ ഏരിയയിലുള്ള രാജവംശമാണ്. ആസ് എ റൂളർ ഓഫ് കോട്ടയം ഹി വാസ് പാർട്ട് ഓഫ് പുരളീശ ലീനിയേജ്. പുരളീശ ലീനിയേജിൽ പെടുന്ന ആളായിരുന്നു അദ്ദേഹം. നെയിം പുരളീശെമ്മൻ കെയിം ഫ്രം പുരളിമല ഹിൽസ്. കണ്ണൂരിലുള്ള പുരളിമല ഹിൽസിൽ നിന്നാണ് ഈ പേര് ലഭിക്കുന്നത്. ബ്രിട്ടീഷ് റെക്കോർഡ്സ് ഓൾസോ മെൻഷൻ ഹിം ആസ് കെട്ടിയോട്ട് രാജ. കെട്ടിയോട്ട് രാജ, പൈച്ചി രാജ, പുരളിച്ചെമ്മൻ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ പഴശ്ശിരാജ തന്നെയാണ്. ഇനി സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജ ദ ലയൺ ഓഫ് കേരള എന്ന് പറയുന്ന എന്താ പറയുക പുസ്തകത്തിന്റെ രചയിതാവ് സർദാർ KM പണിക്കരാണ്. ഓർത്തിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയും നേരം കറക്റ്റാ ചോദിച്ചത്, ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ഏതാ? ഇൻകറക്റ്റ്. നോക്കൂ, ഞാൻ ഇത് മലയാളത്തിൽ വായിച്ചു തരാം. ഓക്കെ, കുറേ ഇംഗ്ലീഷിലല്ല വായിച്ചത്, ഇനി മലയാളത്തിലെ കുട്ടികളുണ്ടാവുമല്ലോ. രണ്ടാം പഴശ്ശി കലാപം പെട്ടെന്ന് ആരംഭിക്കാൻ കാരണം വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷ് നീക്കമാണ്. രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശിയെ പിന്തുണച്ച ഒരു സൈന്യമായിരുന്നു കോൽക്കാർ. പഴശ്ശിയെ പിന്തുണച്ച സൈന്യമായിരുന്നു കോൽക്കാർ. ഒന്നാം പഴശ്ശി കലാപ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്നു ജൊനാഥൻ ഡങ്കൻ. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. നോക്കൂ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒന്നാം പഴശ്ശി വിപ്ലവം രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെയൊക്കെ എന്ത് ചെയ്യണം, ഒരു ടൈം ലൈൻ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കണം. അത് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഫസ്റ്റ് പഴശ്ശി റിവോൾട്ട്, സെക്കൻഡ് പഴശ്ശി റിവോൾട്ട്, ഇതിൻ്റെയൊക്കെ കാലഘട്ടം അറിയണം. അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം കിട്ടും. സെക്കൻഡ് പഴശ്ശി റിവോൾട്ട് 1800 മുതൽ 1805 അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള സമയത്താണ്. ഇതിന് തൊട്ട് മുമ്പത്തെ വർഷം 1799. ഈ വർഷം ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷമാണ് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരെ ഏറ്റവും അധികം പീഡിപ്പിച്ചിട്ടുള്ള ഭരണാധികാരിയുടെ മരണം നടക്കുന്നത്. ടിപ്പു സുൽത്താൻ്റെ നയങ്ങൾ, പോളിസീസിനെ കുറിച്ചൊക്കെ പല പല ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അതായത് അദ്ദേഹം എന്താ പറയുക, നമ്മളുടെ സൗത്ത് ഇന്ത്യയിലെ മഠത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പൈസ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? ബ്രിട്ടീഷുകാർക്കെതിരെ മഠം അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. ഇദ്ദേഹത്തെ എതിർത്ത സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ രീതി, അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള എന്താ പറയുക ആറ്റിറ്റ്യൂഡ് എന്താണ്, ക്ഷേത്രങ്ങളിലേക്ക് ആക്രമണം, ഇങ്ങനെ പല പല ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാൻ പറയുന്നത് ബ്രിട്ടീഷുകാരെ ഏറ്റവും പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരാൾ ടിപ്പു സുൽത്താനായിരുന്നു. അദ്ദേഹത്തിന് പല നഷ്ടങ്ങൾ വന്നിട്ടും പിന്നെയും അദ്ദേഹം എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രഞ്ചുകാരുമായിട്ട് അദ്ദേഹം കണക്ഷൻസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അല്ലെ, അദ്ദേഹം ഫ്രഞ്ചുകാരുമായിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, എക്യുപ്മെന്റ്സ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. അല്ലെ, ജാക്കോബിൻ ക്ലബ്ബിൽ അംഗമായിരുന്നു. അല്ലെ, അപ്പൊ ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഒരു റെഡ് സൈൻ ആയിട്ട് എടുക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ടിപ്പു സുൽത്താനെ 799 അവർ വധിക്കുന്നുണ്ട്. ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് പഴശ്ശിരാജ. പഴശ്ശിരാജ എന്ത് ചെയ്യും, പഴശ്ശിരാജയുമായിട്ട് ഇവരെന്ത് ചെയ്യും, ഇതിന് തൊട്ടും ഫസ്റ്റ് പഴശ്ശി റിവോൾട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പഴശ്ശിയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, ധാരാളം നഷ്ടങ്ങളും സംഭവിക്കുകയാണ്. അല്ലെ, എന്നിട്ട് പഴശ്ശിരാജയോട് സമാധാനം കൊടുക്കും. കാരണം പഴശ്ശിരാജ ഇവിടെയും ടിപ്പു സുൽത്താൻ മുകളിലുമായിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇവർ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു, പഴശ്ശിരാജയ്ക്ക് വേണ്ട രീതിയിൽ ചില കോംപ്രമൈസുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്തു, പഴശ്ശിരാജയുമായിട്ടുള്ള പോരാട്ടം തൽക്കാലം അവസാനിപ്പിച്ചു. അല്ലെ, എന്നാൽ എനിക്കറിയില്ല എന്തുകൊണ്ട് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശത്രുത മറന്ന് ഈ കോമൺ ശത്രുവിനെതിരെ ഒന്നിക്കാൻ എന്തുകൊണ്ട് ഇവർ തീരുമാനിച്ചില്ല എന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്, വായിച്ച പല പല കാരണങ്ങളുണ്ട്. എന്നാലും എനിക്ക് കൃത്യമായിട്ട് ഒരിക്കലെങ്കിലും അല്ലെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് ഇവർക്കെതിരായിട്ട് പോരാട്ടം നടത്തിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ചരിത്രമാണ്, നമുക്കതിപ്പോൾ തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ടിപ്പു സുൽത്താൻ 799 മരിക്കുന്നതോട് കൂടിയിട്ട് ടിപ്പു സുൽത്താൻ വയനാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, വയനാട് പഴശ്ശിക്ക് തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, വയനാട് ബ്രിട്ടീഷുകാർ സ്വന്തമായിട്ട് പിടിക്കുകയാണ്. അല്ലെ, നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം വയനാട്ടിലൊക്കെ എന്താണ്, സ്പൈസസും മറ്റു കാര്യങ്ങളും മറ്റ് എന്താ പറയുക റിസോഴ്സുകളും എന്താണ് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായിരുന്നു. ഇതാണ് പഴശ്ശി ഉടനെ തന്നെ വീണ്ടും തെറ്റാൻ കാരണം. പിന്നീട് 1800 മുതൽ, അപ്പോൾ 799 ആരുടെ മരണം, ടിപ്പു സുൽത്താന്റെ മരണം. 800 എന്ത് തുടങ്ങുകയാണ്, പ്രശ്നം തുടങ്ങുകയാണ്. വയനാടായിരുന്നു ഇവിടുത്തെ കീ ഇഷ്യൂ. മനസ്സിലാവുന്നുണ്ടോ? ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കിക്കേ.
കോൽക്കാർ ആരായിരുന്നു? ഇത് പഴശ്ശിക്കെതിരായിട്ട് കൊണ്ടുവന്ന ഫോഴ്സ് ആയിരുന്നു അല്ലെ, എഗെയിനിസ്റ്റ് പഴശ്ശിക്കെതിരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? ഒരു ഫോഴ്സ് ആയിരുന്നു, പോലീസ് ഫോഴ്സ് ആയിരുന്നു ഇത് അല്ലെ. പഴശ്ശി വിപ്ലവം അടിച്ചമർത്താൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. ഇതിന്റെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രം തോമസ് ഹാർവി ബാബർ ആയിരുന്നു. ഇദ്ദേഹം ആരായിരുന്നു? ഹി വാസ് ദ ഡെപ്യൂട്ടി കളക്ടർ ഓഫ് തലശ്ശേരി ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു. ഇദ്ദേഹമാണ് മരണത്തിന് ശേഷം പഴശ്ശിരാജയുടെ മൃതദേഹം സകല ബഹുമതികളോടും കൂടിയിട്ട് എന്ത് ചെയ്യുന്നത്? സംസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് പല്ലക്കിലേറ്റിയിട്ട് കൊണ്ടുപോകുന്നത്. ഇനി ജൊനാഥൻ ഡങ്കനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ജൊനാഥൻ ഡങ്കൻ പക്ഷെ എന്തായിരുന്നു? ഹി വാസ് ദ ഗവർണർ ഓഫ് ബോംബെ. അദ്ദേഹം ബോംബെ ഗവർണർ ആയിരുന്നു അല്ലെ. പഴശ്ശി റിവോൾട്ടിന്റെ സമയത്തുള്ള ബോംബെ ഗവർണർ ആയിരുന്നു, വൈസ്രോയി ആയിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രത്യേകം ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? വൈസ്രോയി എന്ന പോസ്റ്റ് വരുന്നത് തന്നെ എപ്പോഴാണ്? 857 ശേഷമാണ്. ഈ ലോജിക്കും നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഡേറ്റകൾ കൃത്യമാണല്ലോ, മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം. ട്രാവൻകൂർ വാസ് ദ ഫസ്റ്റ് നേറ്റീവ് സ്റ്റേറ്റ് ടു സ്റ്റാർട്ട് പോസ്റ്റൽ സർവീസസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പോസ്റ്റൽ സർവീസസ് ആദ്യമായിട്ട് തുടങ്ങുന്നത് നേറ്റീവ് സ്റ്റേറ്റ് ട്രാവൻകൂർ ആണെന്ന് പറയുന്നു. മാർത്താണ്ഡവർമ്മ സൈൻ ദ ട്രീറ്റി വിത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 1723, referred to as the Verna Treaty under the title of Prince of നെയ്യാറ്റിൻകര. മാർത്താണ്ഡവർമ്മ മഹാരാജാവായിട്ടല്ല, പ്രിൻസ് ഓഫ് നെയ്യാറ്റിൻകരയായിട്ടാണ് വേണാട് ട്രീറ്റി 723 ഒപ്പിട്ട്. ഇത് ഓൾറെഡി ശരിയാണെന്ന് തൊട്ട് മുമ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. അതിലിനി വേറെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഭാഗം നോക്കൂ നിങ്ങൾ. അഞ്ചൽ സിസ്റ്റം. ഏതാണ്? അഞ്ചൽ സിസ്റ്റം. ഇതെന്താണ്? ഒരാൾ ഓടി ഇങ്ങനെ മണിയടിച്ചിട്ട് ഓടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് 729 തുടങ്ങുകയാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? സിഗ്നിഫിക്കൻ്റ്ലി പ്രീഡേറ്റിംഗ് ദ പബ്ലിക് പോസ്റ്റൽ സർവീസ്. പബ്ലിക് പോസ്റ്റൽ നെറ്റ്വർക്കിന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് ഇന്ത്യ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അഞ്ചൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ട്രാവൻകൂറിൽ തുടങ്ങുന്നുണ്ട്. സോ സെക്കൻഡ് ആ സ്റ്റേറ്റ്മെൻറ്റും എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വേണാട് ട്രീറ്റിയെ കുറിച്ച് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ. വേണാട് ട്രീറ്റി 5 തെങ്ങ് ഫോർട്ടിൽ വെച്ചിട്ടാണ് അത് ഒപ്പിടുന്നത്. മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും പ്രിൻസ് മാർത്താണ്ഡവർമ്മയാണ്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാണ്ട് എന്താണ്? രാജാവായിരുന്നില്ല. രാജാവായിട്ടില്ല ആ സമയത്ത്. ഇത് ഓർക്കുക. ഓക്കെ. ഇത് 8 വീട്ടിൽ പിള്ളമാര്, 8 യോഗം, ഇവരെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ട്രീറ്റി എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹം ഒപ്പിടുന്നത്, ബുദ്ധിപരമായിട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? റൈറ്റ്. ചോദ്യം നോക്കൂ. വിച്ച് ട്രാവൻകൂർ റൂളർ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ബ്രിങ്ങിങ് ദ പതിവ് കണക്ക്? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടാക്സേഷൻ ആൻഡ് ബഡ്ജറ്റ് സിസ്റ്റം ട്രാവൻകൂറിലേക്ക് കൊണ്ടുവന്നത് ഏത് റൂളറാണ്? സംശയങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വിചാരിക്കുകയാണ്. മാർത്താണ്ഡവർമ്മയാണ് ഇത് കൊണ്ടുവരുന്നത്. മാർത്താണ്ഡവർമ്മ ഈ ഒരു വലിയൊരു സ്ഥലം മുഴുവൻ, ഇപ്പം കായംകുളമാണ് എന്നുണ്ടെങ്കിലും എന്താ പറയുന്നത്, വടക്കുംകൂർ, തെക്കുംകൂർ, കായംകുളം അല്ലെ, പുറക്കാട് ആണെങ്കിൽ ആ ഭാഗങ്ങൾ, അമ്പലപ്പുഴ അല്ലെ, അതുപോലെ തന്നെ മുകളിലേക്ക് പോയി കൊച്ചിയുടെ താഴെയുള്ള ബാക്കി സ്ഥലങ്ങൾ, ഇതൊക്കെ പിടിച്ചെടുത്തു എന്നതുകൊണ്ട് മാത്രമല്ല മാർത്താണ്ഡവർമ്മ ഒരു വലിയ രാജാവായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം കൃത്യമായ റവന്യൂ സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നേരത്തെ അഞ്ചൽ സിസ്റ്റം കണ്ടില്ലേ? അഞ്ചൽ സിസ്റ്റം, ബാക്കിയുള്ള എന്താ പറയുക റവന്യൂ കൂട്ടാനുള്ള ലാൻഡ് റിഫോമുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്ന ആളുകളെയൊക്കെ, അദ്ദേഹത്തിന് എതിർത്ത എല്ലാവരെയും അദ്ദേഹം വധിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 8 വീട്ടിൽ പിള്ളമാരെയൊക്കെ അദ്ദേഹം എന്താണ്? കൊളന്തു. അവരുടെ തറവാടുകളെല്ലാം, അവരെ എല്ലാവരെയും വധിക്കുന്നു. അവരുടെ ഇതൊന്നും ഇന്ന് കാലത്ത് ആലോചിക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ, ഞാൻ പറയുകയാണ്. അദ്ദേഹം പെരുമാറിയിരുന്ന രീതി, അതെ, അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ എന്താണ്? ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം അല്ലെ, ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്നൊക്കെ പറയും അല്ലെ. ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമാണ് അദ്ദേഹം എന്ത് ചെയ്തിരുന്നത്? കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം PSC ചോദ്യം ചോദിച്ചിട്ടുള്ളതായിരുന്നു. അതായത് ഒരു ദയാദക്ഷിണയും ഇല്ല അല്ലെ. അപ്പം 8 വീട്ടിൽ പിള്ളമാരെ അദ്ദേഹം എന്ത് ചെയ്തു? അവരെല്ലാവരെയും വിളിച്ചു വരുത്തി അവരെല്ലാവരെയും തൂക്കിക്കിട്ടാണോ എങ്ങനെ കൊന്നു എനിക്കറിയില്ല. അദ്ദേഹത്തെ അവരെല്ലാവരെയും എന്ത് ചെയ്തു? കൊന്നു. ഇവരായിരുന്നു ആ സമയത്ത് നാട്ടുപ്രമാണിമാർ. രാജാക്കന്മാരെ കൊല്ലാൻ വരെ അവർ പ്ലാൻ ഇടുമായിരുന്നു, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ 8 വീട്ടിൽ പിള്ളമാരെ വധിക്കുന്നു, അവരുടെ തറവാടുകൾ കുളം തോണ്ടുന്നു, അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും എന്താണ് അടിമകളാക്കി വിൽക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തു? ഈ രീതിയിലാണ് മാർത്താണ്ഡവർമ്മ പോകുന്നത്. അപ്പം ആരും എതിർക്കാൻ എന്താ പറയുക നിൽക്കാത്ത രാജാവായിട്ട് അദ്ദേഹം മാറുകയാണ്. അതുപോലെ 8 യോഗം. എന്താണ് 8 യോഗം? ഓർക്കുക, 8 യോഗം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ടെമ്പിൾ ഉണ്ടല്ലോ, പത്മനാഭസ്വാമി ടെമ്പിളിലെ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന യോഗമായിരുന്നു കമ്മിറ്റി ചെയ്യുന്ന 8 യോഗം. 8 പ്രധാനപ്പെട്ട ആളുകൾ, ഇവർക്ക് എന്താണ് 8 വോട്ട്, രാജാവിന് 1/2 വോട്ട്. ഇങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി ഉണ്ടായിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതൊക്കെ മാർത്താണ്ഡവർമ്മ മാറ്റുകയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതുപോലെ തന്നെ അദ്ദേഹം ഇത് ചെയ്തു? പതിവ് കണക്ക്. അപ്പം എതിർത്ത ആൾക്കാരെ കൊല്ലൽ മാത്രമല്ല, പതിവ് കണക്ക് സിസ്റ്റം കൊണ്ടുവന്നു. മനസ്സിലാവും? ഒരു സിസ്റ്റമാറ്റിക്കലി വരവ് ചിലവുകൾ കാൽക്കുലേറ്റ് ചെയ്യുക, കളക്ട് ചെയ്യുക,
മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ് അദ്ദേഹം? ഫോണ്ടർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അല്ലെ. ഇത് വേറൊരു ചോദ്യമാണ്. ഹി ഈസ് നോൺ ആസ് ദ ഫോണ്ടർ ഓഫ് മോഡേൺ ട്രാവൻകൂർ അല്ലെ. ഈ ചെറിയ ഒരു വേണാട് എന്ന് പറയുന്ന ചെറിയ ഒരു നാട്ടുരാജ്യത്തിൽ നിന്നും തിരുവിതാംകൂർ എന്ന് പറയുന്ന സാമ്രാജ്യമാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം ഇതിനെ മാറ്റുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ ചുറ്റുമുള്ള നാട്ടുരാജ്യങ്ങളും പിടിച്ചെടുക്കുകയാണ്. വളരെ ശക്തമായ മിലിറ്ററി മൂവ്മെന്റുകൾ അദ്ദേഹം നടത്തുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിനെ തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? വളരെ പ്രധാനപ്പെട്ട രാമയ്യൻ ദളവയെ പോലെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രൈം മിനിസ്റ്റർമാരെ, പ്രധാനമന്ത്രിമാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അറുമുഖൻ പിള്ള, താണുപിള്ള, രാമയ്യൻ ദളവ, ഇവരൊക്കെ എന്താണ്? പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ ദളവമാരാണ്, പ്രധാനമന്ത്രിമാരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? രാമയ്യൻ ദളവയെ പോലുള്ള ആളുകൾ ഇദ്ദേഹത്തെ വളരെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പുതിയ സിസ്റ്റങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഈ രാമയ്യൻ ദളവയെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിശക്തമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഒരു മോഡേൺ സിസ്റ്റം തിരുവിതാംകൂറിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക? കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ? ആ ഭാഗം അപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അയ്യപ്പൻ മാർത്താണ്ഡപിള്ളൈ വാസ് ദ ഫേമസ് ദളവ ഓഫ്. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ആരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ദളവയായിരുന്നു? ഒരിക്കലും മറക്കരുത്. ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെ. കിളവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും കൂടുതൽ കാലഘട്ടം തിരുവിതാംകൂർ ഭരിച്ച രാജാവായിരുന്നു ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. 1758 മുതൽ 1798 വരെയുള്ള കാലഘട്ടത്തിൽ 40 വർഷം ഇദ്ദേഹം എന്തിന്റെ ഭരണാധികാരിയായിരുന്നു? തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്നു. ധർമ്മരാജ എന്ന പേരിൽ കൂടി അറിയപ്പെട്ടിരുന്ന രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. എന്തുകൊണ്ടാണ് ധർമ്മരാജ എന്നറിയപ്പെട്ടത്? ടിപ്പു സുൽത്താന്റെ ആക്രമണം നടന്ന സമയത്ത് വടക്ക് നിന്ന് ഓടി വന്ന എല്ലാ രാജാക്കന്മാരേക്കും അദ്ദേഹം ഇവിടെ അഭയം കൊടുക്കുകയാണ്. ഈ വടക്കിലെ പല രാജ്യങ്ങളും ഇദ്ദേഹത്തിനെതിരായിട്ട് പണ്ടൊക്കെ തിരുവിതാംകൂറിനെതിരെ പണ്ട് യുദ്ധം ചെയ്യാൻ നോക്കിയിട്ടുള്ള ആളുകളാണ്. എന്നിരുന്നാലും ഇവർക്ക് അഭയം കൊടുക്കുകയാണ്. ഇതിനെ തുടർന്ന് അദ്ദേഹം ധർമ്മരാജ എന്ന പേരിലും അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ആരായിരുന്നു? ക്ഷമിക്കണം, ദളവയായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപിള്ളൈ. ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളൈ. പ്രത്യേകം എന്ത് ചെയ്യുക? ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയ്ക്ക് ശേഷം വന്ന ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? രാജാ കേശവദാസ്. കേശവദാസപുരം ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാവുണ്ടോ? രാജാ കേശവദാസ്. ഈ രാജാ കേശവദാസ് ആണ് ദളവ എന്ന ഈ ടേമിന് പകരമായിട്ട് ആദ്യമായിട്ട് ദിവാൻ എന്ന് പറയുന്ന ഈ സ്ഥാനപ്പേര് ആദ്യമായിട്ട് എടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്റ്റ് ട്രാവൻകൂർ ദളവ ടു അസ്യൂം ദ ടൈറ്റിൽ ഓഫ് ദിവാൻ ആരായിരുന്നു? അത് രാജ കേശവദാസ് ആയിരുന്നു. മനസ്സിലാവുന്നു? ഇദ്ദേഹവും ആരുടെ കീഴിലുണ്ടായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കീഴിൽ തന്നെയായിരുന്നു രാജാ കേശവദാസും പ്രവർത്തിച്ചിരുന്നത്. ഓർക്കാനായിട്ട് എന്ത് ചെയ്യുക? പ്രത്യേകം നോക്കുക. എക്സ്ട്രാ പോയിന്റുകൾ നോക്കൂ. ഇതാരെക്കുറിച്ചാണ്? രാജാ കേശവദാസിനെ കുറിച്ചല്ല, അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയെ കുറിച്ചാണ് ഇനിയുള്ള പോയിന്റുകൾ പറയാൻ പോകുന്നത്. 1762 ശുചീന്ദ്രം ട്രീറ്റിയുടെ സമയത്ത് ആരായിരുന്നു ദിവാൻ? അത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയായിരുന്നു. ശുചീന്ദ്രം ട്രീറ്റിയുടെ സമയത്ത് ആരായിരുന്നു? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഓർക്കുക. കാരണം ഇങ്ങനെ ചരിത്ര സംഭവങ്ങൾ തരും. മനസ്സിലാവുന്നുണ്ട്? എന്ത് തരും? ചരിത്ര സംഭവങ്ങൾ തരും. ചരിത്ര സംഭവങ്ങൾ തന്നിട്ട് എന്ത് ചെയ്യും? ആ സമയത്ത് ആരായിരുന്നു മഹാരാജാവ്, ആ സമയത്ത് ആരായിരുന്നു ദിവാൻ, എന്ത് ചെയ്യാം? വേണമെങ്കിൽ ചോദിക്കാനായിട്ടുള്ള വളരെയധികം സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? പ്രത്യേകം ഈ ഒരു കാര്യം ഓർത്തിരിക്കാനായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രദ്ധിക്കുക. എസ്റ്റാബ്ലിഷ്ഡ് വർക്കല ടൗണിന്റെ സ്ഥാപകൻ ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ടാക്സ് സിസ്റ്റത്തിന്റെ റീഓർഗനൈസേഷൻ നടത്തുന്നത്. തിരുവിതാംകൂറിന് അദ്ദേഹം എന്താണ്? തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ തിരിക്കുകയാണ്. ഇത് റവന്യൂവിന്റെ അടിസ്ഥാനത്തിലും ഭൂമിയെ എന്താണ് റീഓർഗനൈസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്? സൗത്ത്, നോർത്ത്, വെസ്റ്റ് എന്നിങ്ങനെ തിരിക്കുകയാണ്. തെക്ക് സൗത്ത്, വടക്ക് നോർത്ത്, പടിഞ്ഞാറ് വെസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ എന്ത് ചെയ്യുന്നു? തിരിക്കുന്നതൊക്കെ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. പ്രത്യേകം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ? കണ്ടൻ മേനോൻ was a famous personality who assisted സ്വാതി തിരുനാൾ in law matters. നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്വാതി തിരുനാളിനെ സഹായിച്ച വ്യക്തിയായിരുന്നു കണ്ടൻ മേനോൻ എന്ന് പറയുന്നു. 2. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ റിസീവ്ഡ് കേസരി ഹിന്ദ് ഫ്രം ക്വീൻ വിക്ടോറിയ എന്നും പറയുന്നു. എന്താണ് ഇതിലെ ശരി, എന്താണ് ഇതിലെ തെറ്റ് എന്ന് നമുക്ക് നോക്കിയാലോ? സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓർക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള സദ്ഭരണത്തിന് വേണ്ടിയുള്ള കേസരി ഹിന്ദ് പുരസ്കാരം ആയില്യം തിരുനാളിനാണ് കിട്ടുന്നത്. കേസരി ഹിന്ദ് പുരസ്കാരം ക്വീൻ വിക്ടോറിയയിൽ നിന്ന് ആയില്യം തിരുനാളിനാണ് കിട്ടുന്നത്, ഉത്രം തിരുനാളിനല്ല. പ്രത്യേകം ഓർക്കുക.
ഇനി കണ്ടൻ മേനോൻ മലബാറിൽ നിന്ന് വന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹമായിരുന്നു ഹി വാസ് എ ലീഗൽ റിഫോമർ ആൻഡ് അഡ്വൈസർ ടു മഹാരാജ സ്വാതി തിരുനാൾ. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണത്. മനസ്സിലാവുന്നുണ്ടോ? ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിനെ ഹുസൂർ ദിവാൻ പേഷ്കാരായിട്ട് എന്ത് ചെയ്യുന്നു? ഇദ്ദേഹത്തെ നിയമിക്കുകയാണ്. എന്തിനാ? ടു മോഡേണൈസ് ദ സ്റ്റേറ്റ്സ് ലീഗൽ സിസ്റ്റം, നിയമവ്യവസ്ഥ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. കണ്ടൻ മേനോൻ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിൽ ഒന്നാമത്തേത്, ഇദ്ദേഹം ഒരു കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ആ കമ്മിറ്റി എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ആദ്യത്തെ ഫസ്റ്റ് ലീഗൽ കോഡ് തിരുവിതാംകൂറിന് എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നു 836. ഓൾസോ 3 tier സിസ്റ്റം ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടൻ മേനോന്റെ ഇടപെടൽ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? റീസ്ട്രക്ചർ ചെയ്യുകയാണ് കോർട്ട് സിസ്റ്റത്തിനെ. മനസ്സിലാവുന്നുണ്ടോ? മുൻസിഫ് കോർട്ട്, ജില്ലാ കോർട്ട്, അപ്പലേറ്റ് കോർട്ട് എന്ന രീതിയിൽ. ഓൾസോ ലാൻഡിന്റെ റീസർവേ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അതിലും കണ്ടൻ മേനോൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ രീതിയിൽ കണ്ടൻ മേനോൻ കേരള ചരിത്രത്തിൽ സ്വാതി തിരുനാളിനെ ഹെൽപ്പ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ പേര് കേട്ടാൽ ഇതാരാണ് എന്ന് സംശയം ഉണ്ടാകരുത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. ഈഴവ മെമ്മോറിയൽ was submitted to King Srimoolam Tirunal. First statement. T. Ramarao was the Diwan who played a major role in establishing the Legislative Assembly of Travancore. Second statement. Marumakkatayam was abolished during the reign of Chittira Tirunal Balaramavarma. Third statement. എന്തൊക്കെയാണ് ഇതിലെ കഥകൾ, കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കൂ. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. ഓപ്ഷൻസിലല്ല കാര്യം, നമുക്ക് ഡേറ്റ നമുക്ക് പഠിക്കാൻ നോക്കാം. മരുമക്കത്തായം 1920 റീജന്റ് റാണിയായിട്ടുണ്ടായിരുന്ന റാണി സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ് എന്ത് ചെയ്യുന്നത്? അബോളിഷ് ചെയ്യുന്നത്. നായർ ആക്ട് 925 മരുമക്ക സമ്പ്രദായം എന്ത് ചെയ്യുന്നു? അവസാനിപ്പിക്കുന്നു. അതായത് മാട്രിലീനിയൽ രീതി അല്ലെ, അതിൽ നിന്നും പാട്രിലീനിയൽ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ്. മനസ്സിലാവുണ്ടോ? അമ്മ വഴി, തായ് വഴി സമ്പ്രദായത്തിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ തന്തവഴി സമ്പ്രദായം എന്ന് പറയും. മനസ്സിലാവുണ്ടോ? അതായത് അച്ഛനിലൂടെ ഇങ്ങോട്ട് വരികയാണ്. മനസ്സിലാവുണ്ടോ? മാട്രിലീനിയൽ സിസ്റ്റം നിർത്തുകയാണ്. അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. മരുമക്കൾ എന്ന് പറയുന്ന രീതി, അമ്മാവിന്റെ ഭരണം എന്നുള്ളത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നതിൽ തീർച്ചയായിട്ടും. എന്തൊക്കെ പറഞ്ഞാലും എന്താണ്? മാട്രിലീനിൽ നിന്ന് പാട്രിലീനിലേക്ക് എന്ത് ചെയ്യുകയാണ്? മാറുകയാണ്. ഒന്നാമത്തെ കാര്യം. അത് മുഴുവൻ ഇങ്ങനെ വായിച്ചു തരാൻ നിൽക്കുന്നില്ല കേട്ടോ, അതല്ല നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ PDF നമ്മുടെ അക്കാഡമിക്സ് PSC ചാനലിലുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാനായിട്ട് സാധിക്കും. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വായിച്ചുണ്ടാക്കുക. ഞാൻ മൊത്തം ഇത് വായിക്കാനല്ല നമ്മുടെ ഉദ്ദേശം. പിന്നെ ജോയിന്റ് ഫാമിലി സിസ്റ്റം, കാരണം ക്വസ്റ്റ്യൻസ് ഈ രീതിയിലൊക്കെ വരാം. ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിന്റെ അവസാനം, ഡിസിൻറ്റഗ്രേഷൻ, ഇതൊക്കെ ഈ നായർ ആക്ട് 1925 ബന്ധപ്പെട്ടും റാണി സേതുലക്ഷ്മിഭായ് തമ്പുരാട്ടിയുമായിട്ടും നിങ്ങൾ ഓർക്കുക. തറവാട് സിസ്റ്റത്തിന് എന്താണ്? അബോളിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. വിമൻ പ്രോപ്പർട്ടി റൈറ്റ്സിൽ എന്താണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. എ ഷിഫ്റ്റ് ടു ഇൻഡിവിജ്വൽ ആൻഡ് പാട്രിലിനിയൽ ഇൻഹെറിറ്റൻസ് റിസൾട്ടഡ് ഇൻ ദ സെവിയർ റിഡക്ഷൻ ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ് ഓഫ് നായർ വുമൺ who had previously enjoyed benefits through the matrilineal system. ഇങ്ങനെ പല പല ചേഞ്ചുകൾ എന്ത് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇതിലൊരു വിക്ടോറിയൻ കൊളോണിയൽ, ബ്രിട്ടീഷ് കൊളോണിയൽ ഇൻഫ്ലുവൻസ് ഇതിൽ തീർച്ചയായിട്ടും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാനായിട്ട് കൂട്ടുകാർ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? സംശയമില്ലാന്ന് വിചാരിക്കുന്നു. മരുമക്കത്തായ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ്ലി ഏതാണ്ട് 1928 ആകുമ്പോഴേക്കും എന്താണ്? ഓൾ ടുഗദർ അബോളിഷ്ഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. The 200th anniversary of which famous event was celebrated by Tamil Nadu government in 2023? ഏതാണ്? ഓർമ്മയില്ലേ നിങ്ങൾക്ക് ഏതാണ് എന്നുള്ളത്? ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? നോക്കൂ. തമിഴ്നാടു ഗവൺമെന്റ് സെലിബ്രേറ്റഡ് 200th anniversary ഓഫ് തോൽ സീലൈ പോരാട്ടം. ഏതാണ്? തോൽ സീലൈ പോരാട്ടം. എന്താണത്? മാറുമറയ്ക്കാനുള്ള ചാന്നാർ സ്ത്രീകളുടെ അല്ലെ, അവരുടെ ലഹള, ചാന്നാർ ലഹള എന്ന് ലഹള എന്ന് ആ കാലഘട്ടത്തിൽ അവർ വിളിച്ചതാണ്. പോരാട്ടം തന്നെയാണ് അല്ലെ. ലഹള എന്ന് ആ കാലത്ത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു ബഹളം, ഒരു സമരം എന്നതിനൊക്കെ തന്നെയാണ് കേട്ടോ. ശരി, ഇനി കൊമമറേഷൻ എന്താണ്? ഇറ്റ് വാസ് എ ജോയിന്റ് ഇവന്റ് അല്ലെ. കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും ഒന്നിച്ചു ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു, ഒരു പരിപാടിയായിരുന്നു ഇത്. കന്യാകുമാരിയിലാണ് ഇത് ഒക്കേഷൻ മാർക്ക് ചെയ്യാനായിട്ടുള്ള നടന്നത്. അതായത് 200 വർഷങ്ങൾക്ക് മുമ്പ് 1922 മുതൽ തുടങ്ങി 1959 വരെ നീണ്ട പല കാലങ്ങളിലായി, പല ഫേസുകളിലായി നടന്ന സമരമായിരുന്നു ഈ ഒരു ചാന്നാർ സമരം. മാറുമറയ്ക്കാനുള്ള ദ റൈറ്റ് ടു കവർ ദെയർ ബ്രസ്റ്റ് ചാന്നാർ സ്ത്രീകൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യുകയായിരുന്നു. മാറുമറച്ച് നടക്കുന്ന നാടാർ സ്ത്രീകളെ അവിടുത്തെ കാസ്റ്റ് എന്താ പറയുക, ഹിന്ദുസ് ആയിട്ടുള്ള ആളുകൾ ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം ഈ സമരങ്ങൾ അതിശക്തമായി നടക്കുകയും അവസാനം ഒരു റോയൽ പ്രൊക്ലമേഷൻ വരികയാണ് 1959 അല്ലെ. ഉത്രം തിരുനാളിന്റെ കാലഘട്ടത്തിൽ 859 ഉത്രം തിരുനാൾ എന്ത് ചെയ്യുന്നു? ഉത്തരവിടുകയാണ്. എന്ത് ചെയ്യാം? ചാന്നാർ സ്ത്രീകൾക്ക് അവകാശമുണ്ടായിരിക്കും മാറുമറയ്ക്കാൻ എന്ത് ചെയ്യുകയാണ്? ഉത്തരവ് വരിക. ഇതാണ് ചാന്നാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രത്യേകം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ?
ട്രാവൻകൂർ ഫോർ ട്രാവൻകൂറിയൻസ് വാസ് ദ ഫേമസ് സ്ലോഗൻ ഫോർ മലയാളി മെമ്മോറിയൽ. ശരിയല്ലേ? തീർച്ചയായും അല്ലേ. അതായത് തമിഴ് ബ്രാഹ്മണരും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും പല സ്ഥലത്തും വന്ന ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾക്ക് മാത്രം എന്താണ് ദിവാൻ പോസ്റ്റുകൾ, പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ കൊടുക്കലായിരുന്നു അവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. മനസ്സിലാണ്ടോ? ഒരു ദിവാൻ അവിടുത്തെ ആളായിരിക്കും. ആ ദിവാൻ പോകുമ്പോഴേക്കും ആ ആളുടെ കുറെ ആളുകളെ പ്രധാന പോസ്റ്റിലേക്ക് കയറ്റും. ഇവരൊക്കെ എന്ത് ചെയ്യും? ബാക്കിയുള്ള തമിഴ് ബ്രാഹ്മണരെയും മറ്റാൾക്കാരെയും അടുത്ത പോസ്റ്റിലേക്ക് കയറ്റും. അങ്ങനെ തിരുവിതാംകൂറിലേതായിട്ടുള്ള ആളുകൾക്ക് എന്താണ് കിട്ടുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വലിയൊരു പ്രശ്നം ഉന്നയിക്കാനാണ് മലയാളി മെമ്മോറിയൽ കൊടുക്കുന്നത്. ശരിയായിട്ടുള്ള കാര്യമാണ്. ദ പ്രൈമറി സ്ലോഗൻ ഓഫ് യോഗക്ഷേമ സഭ വാസ് മേക്ക് നമ്പൂതിരി എ ഹ്യൂമൻ അഗൈൻ. നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം. ആയിരുന്നോ? തീർച്ചയായും ആയിരുന്നു. സോ 2 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. ഓക്കെ. മലയാളി മെമ്മോറിയൽ 891 ഇത് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത് അല്ലെ. ഇതിൽ മുന്നിൽ നിന്നിരുന്ന പ്രധാനപ്പെട്ട ആള് GP പിള്ളയും ഡോക്ടർ പൽപ്പുവും ഒക്കെ ആയിരുന്നു. ശ്രീ രാമറാവു ആയിരുന്നു ആ സമയത്ത് ആര്? ദിവാൻ. ഇത് അദ്ദേഹം തള്ളുന്നുണ്ട്. ഈ ഡിമാൻഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്? തള്ളുന്ന കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറയാം അല്ല. അദ്ദേഹം ഇതെടുക്കുന്നില്ല. അദ്ദേഹം തന്നെ മറുഭാഗത്തിൽപ്പെടുന്ന ഒരാളാണല്ലോ. തീർച്ചയായിട്ടും രാജാവും അത് കണക്കാക്കുന്നില്ല. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? പല സ്റ്റെപ്പുകൾ ഇതിനെതിരെ നടക്കുന്നത്. പക്ഷെ ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ നാട്ടിലുള്ള ആൾക്ക് ജോലി കിട്ടുന്നില്ല. കാരണം ഇവരൊക്കെ പഠിച്ച ആളുകളാണ്. തിരുവിതാംകൂറിലെ അതുവരെ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരുപാട് പേര് വിദ്യാഭ്യാസം കിട്ടി അവർ വെയിറ്റിംഗ് ആണ് നല്ല പോസ്റ്റുകൾക്ക് വേണ്ടി. ഇവർക്കൊന്നും കിട്ടുന്നില്ല. പിന്നെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ? ഇവർക്കൊക്കെ വളരെ കുഞ്ഞു പോസ്റ്റുകളിൽ മാത്രം ഒരു അപ്പോയിൻമെന്റ് ആണ്. ഇതിനെതിരെയാണ് മലയാളി മെമ്മോറിയൽ. പിന്നീട് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ടുള്ള ഈഴവ മെമ്മോറിയൽ 1896 എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട് അല്ലെ. ഡോക്ടർ പൽപ്പുവൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈഴവ മെമ്മോറിയൽ. അതായത് ഈ ആദ്യത്തെ മെമ്മോറിയലൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്താണ് അതിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക, തിരുവിതാംകൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈഴവരായിട്ടുള്ള ആളുകൾ, വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് ഈഴവ മെമ്മോറിയൽ കൂടി എന്തെങ്കിലും സമർപ്പിക്കുന്നത്? 1896 അതും ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടം തന്നെയാണ്. എന്ത് ചെയ്യുക? ഓർക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. അതിലെന്ത് ചെയ്യരുത്? നോക്കൂ, ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, ഈ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു സമയമാണത്. മനസ്സിലാവുന്നോ? അത് എന്ത് ചെയ്യണം? വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ. അതൊരിക്കലും എന്ത് ചെയ്യരുത്? മറക്കരുത്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാൽ നമുക്ക് ഓക്കെ, ഞാൻ ഉത്രം തിരുനാൾ, ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ഓക്കെ, ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ഉത്രം തിരുനാളല്ല, ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സമർപ്പിക്കപ്പെടുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർക്കുക. ഓക്കെ, ശ്രീമൂലം തിരുനാൾ രണ്ടും മലയാളി മെമ്മോറിയലും അതുപോലെ തന്നെ ഏതാണ് നമ്മളുടെ ഈഴവ മെമ്മോറിയൽ, രണ്ടും ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിക്കപ്പെടുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. ഇനി യോഗക്ഷേമ സഭ. നമ്പൂതിരിമാരുടെ ഇടയിലുള്ള ഒരുപാട് അനാചാരങ്ങൾ അല്ലെ, അവർക്ക് എന്താണ് മോഡേൺ എഡ്യൂക്കേഷൻ അവർക്ക് വേണം. വേദങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. ചൈൽഡ് മാരേജ് ഒഴിവാക്കണം. വിഡോ റീമാരേജ് സമ്മതിക്കണം. സംബന്ധം എന്ന് പറയുന്ന രീതികൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. ഈ കാര്യങ്ങളൊക്കെ എന്താണ് മുന്നിട്ട് നടപ്പിലാക്കാനായിട്ടാണ് യോഗക്ഷേമ സഭ രൂപീകരിക്കപ്പെടുന്നത്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം. ഒരു മനുഷ്യന്മാരുടെ ജീവിതമല്ല നമ്പൂതിരി സ്ത്രീകൾ പ്രത്യേകിച്ച് ജീവിക്കുന്നത്. അവർ വളരെയധികം എന്താണ് അടിച്ചമർത്തപ്പെട്ട ഒരു ജീവിതമാണ്. പ്രത്യേകിച്ച് ചൈൽഡ് മാരേജ് പോലെ, അത് ഒരു 14 15 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കും. ഇവർ പലപ്പോഴും കല്യാണം കഴിക്കുന്നത് നമ്പൂതിരി സമുദായത്തിലെ ഏറ്റവും മൂത്ത ആൾക്ക് മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും സംബന്ധം ചെയ്ത് ജീവിക്കണം എന്നാണ് പറയാറുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അവരുടെയൊക്കെ ഈ സംബന്ധം നടത്തുന്ന അപ്പൻ നമ്പൂതിരിമാർന്നാണ് ഈ താഴെയുള്ള ആളുകളെ പറയുക. അവരുടെയൊക്കെ ജീവിതം വളരെ കഷ്ടമാണ്. അവർക്ക് സ്വത്തിൽ പ്രത്യേകിച്ച് അവകാശമില്ല, ഒന്നിലും അവകാശമില്ല. ഇവരിങ്ങനെ നടക്കും. ഊണ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക, ഊണ് കഴിക്കുക, സംബന്ധങ്ങൾ കൂടുക, നടക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഇവരിൽ പലരും ചെറിയ ചെറിയ വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാർക്ക് ഇതൊന്നും സഹിക്കാണ്ടേയായി. മനസ്സിലാവുണ്ടോ? ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റാൻ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു മനുഷ്യന്മാർ ജീവിക്കണ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മേക്ക് നമ്പൂതിരി ഹ്യൂമൻ അഗെയിൻ, നമ്പൂതിരിയെ മനുഷ്യരാക്കുക എന്ന മുദ്രാവാക്യത്തോടുകൂടി അങ്ങനെയാണ് യോഗക്ഷേമ സഭ നമ്പൂതിരിമാരായിട്ടുള്ള ആളുകൾ തുടങ്ങുന്നത് അല്ലേ. നമുക്ക് അറിയാം, MRB പോലുള്ള ആളുകൾ ഒക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. VT ഭട്ടതിരിപ്പാടിനെപ്പോലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യത്തിൽ കടന്നാലും നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.